പ്രിയമുള്ളവരെ, ബൈബിളിൻ്റെ അകത്ത് കയറിയിരുന്ന് ബൈബിള് വായിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. എന്താ പറഞ്ഞേ? ബൈബിളിൻ്റെ അകത്ത് കയറിയിരുന്ന്. അതെന്ത് പ്രയോഗമാണിത്? ബൈബിള് തുറന്നു വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കണോ? ഒരു ബൈബിൾ ഇരിക്കാനും ഒരു ബൈബിൾ വായിക്കാനും ആണോ? എന്താണ് ഈ ബൈബിളിൻ്റെ അകത്ത് കയറിയിരുന്ന് ബൈബിള് വായിക്കുക എന്ന് വെച്ചാൽ? ഞാനൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള സംഭവമാണ് സഖ്യവൂസ് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്, അല്ലേ? ആ ഭാഗം എങ്ങനെ വായിക്കണം എന്നറിയാമോ? മരത്തിൻ്റെ മുകളിൽ ആരാ ഇരിക്കണേ? സഖ്യവൂസ്. താഴെ ആരാണ്? യേശു. പിന്നെ ജനങ്ങളുണ്ട്, ശിഷ്യന്മാരുണ്ട്, അല്ലേ? പിന്നെ ആരാ ഉള്ളേ? മരത്തിൻ്റെ മേളിൽ സഖ്യവൂസ്, താഴെ യേശു, ശിഷ്യന്മാർ, മറ്റു ജനങ്ങൾ. പിന്നെ ആരോടെ ഉണ്ട്? ഞാനും കൂടെ ഉണ്ട് ആ കൂടെ. ഇതാണ് ബൈബിളിൻ്റെ അകത്ത് കയറിയെന്ന് വായിക്കുന്നത്. ഞാനും കൂടെ എവിടെ നിൽപ്പുണ്ട്? ആ സിക്കമൂർ മരത്തിൻ്റെ ചോട്ടിൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇനിയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളും മേളിലേക്ക് നോക്കുന്നുണ്ട്. ഇലയുടെ മറവിൽ ഈ മനുഷ്യൻ ഒളിച്ചിരിപ്പുണ്ട്. യേശു നടന്നു പോകുന്നു, മരത്തിൻ്റെ ചോട്ടിലെത്തുന്നു. യേശു മേളിലേക്ക് നോക്കുന്നു, വിളിക്കുന്നു, അവൻ ഇറങ്ങി വരുന്നു. ഇതൊക്കെ ആര് കാണുന്നു? ഞാൻ കാണുന്നു. ഇറങ്ങി വന്നപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ. അവന് മുന്നേ ഓടി, പുറകെ യേശു, ശിഷ്യന്മാർ, മറ്റു ജനങ്ങൾ, അതിൻ്റെ പുറകെ ഞാനും. അങ്ങനെ സഖ്യവൂസിൻ്റെ വീട്ടിലെത്തി. എല്ലാവരും കൂടെ അരച്ച് വീടിൻ്റെ അകത്തേക്ക് കയറി. വീടിൻ്റെ അകത്തേക്ക് കയറാൻ സ്ഥലമില്ല. ഞാൻ പുറത്ത് നിന്ന് സഖ്യവൂസിൻ്റെ വീടിൻ്റെ ജനലിൻ്റെ വിരിയൊന്ന് മാറ്റിയിട്ട് ഞാനും എത്തി നോക്കുന്നു അവിടെ എന്താ സംഭവിക്കണേന്ന്. അങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് ഇതാ സഖ്യവൂസിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകണു. യേശു സഖ്യവൂസിനെ ചേർത്ത് പിടിക്കണു. രക്ഷപ്പെട്ടൂടാ, നീ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു, സന്തോഷമായി, ആഘോഷമായി. ഇതൊക്കെ ആര് കാണുന്നു? എവിടെ നിന്ന് കാണുന്നു? സഖ്യവൂസിൻ്റെ വീടിൻ്റെ പുറത്ത്, ജനലിൻ്റെ വിടവിലൂടെ. മനസ്സിലായോ? ഇതാണ് ഈ ബൈബിളിനകത്ത് കയറിയിരുന്ന് ബൈബിൾ വായിക്കുക എന്ന് വെച്ചാൽ ബൈബിൾ സംഭവത്തിൻ്റെ അകത്തേക്ക് ഞാനും ഒരു അംഗമായി മാറുക. അങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ബൈബിൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. വലത് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കഴിഞ്ഞ ക്രിസ്മസിൽ, ഇതിപ്പോൾ ക്രിസ്മസ് ആകാൻ പോവുക അല്ലേ? അതേ നാളെ മുതൽ മംഗളവാർത്താക്കാലം ആരംഭിക്കുക. 1-ാം തീയതി ആയില്ലെങ്കിലും നാളെ സൺഡേ ആണ്. മംഗളവാർത്ത ആദ്യത്തെ ആഴ്ചയാണ്, അല്ലേ? അതെ. അപ്പം നമ്മളൊരു ക്രിസ്മസിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുക. കഴിഞ്ഞ ക്രിസ്മസിൽ 1 വർഷം മുന്നും ഞാൻ ഇങ്ങനെ ഈ ബൈബിളിൻ്റെ അകത്ത് കയറിയിരുന്ന് ബൈബിൾ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവം പറയാൻ പോണത് എന്താണെന്നറിയാമോ? ഈ മറിയവും യൗസേപ്പും കൂടെ പേരെഴുതിക്കാൻ വേണ്ടി എങ്ങോട്ട് പോയി? ബേത്ലഹേമിലേക്ക് പോയിരിക്കുകയാണ്, അല്ലേ? അവിടെ ചെന്നപ്പോൾ ഈ സത്രത്തിൻ്റെ വാതിലിൽ മുട്ടുന്നൊരു രംഗം. അപ്പം ഞാനത് ബൈബിളിനകത്ത് കയറിന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, മറിയം ഇങ്ങനെ നിറവയറുമായിട്ട് ഒരു കൈ കൊണ്ട് വയറൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. യൗസേപ്പ് ഇങ്ങനെ തോളോട് തോൾ ചേർത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു. ഒരു സത്രത്തിൻ്റെ വാതിക്കൽ ചെന്ന് യൗസേപ്പ് മുട്ടി. അപ്പോൾ വാതിൽ തുറന്നു. സത്രത്തിൻ്റെ ആള് തുറന്നു കഴിഞ്ഞപ്പോൾ മറിയത്തിൻ്റെ ഈ വയറൊക്കെ ആയിട്ട് താങ്ങി പിടിച്ച് വന്ന് കണ്ടപ്പോൾ തന്നെ സത്രക്കാരന് മനസ്സിലായി ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ അവസ്ഥയിൽ അവൾക്കൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക, നല്ല തിരക്കുണ്ട്, ഇവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവൻ വാതിൽ മുട്ടി അടച്ചു. നമ്മൾ ബൈബിളിൽ അത്രയൊക്കെ കാണുള്ളൂ, സ്ഥലമില്ലെന്ന് പറഞ്ഞു. ഞാനിത് വായിച്ചു പോകുമ്പോൾ ഒരു സത്രത്തിൻ്റെ അല്ല, പലതിൻ്റെയും വാതിലിൽ മുട്ടി നോക്കി, ഒരിടത്തും കിട്ടുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ യൗസേപ്പിൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ കണ്ണീരൊഴുകുക. കാരണം തൻ്റെ കൂടെ കൂടിയ പെണ്ണ് അവളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് അവൾക്കൊരു സൗകര്യം ഒരുക്കാൻ പറ്റാതെ വരുന്നൊരു ഭർത്താവിൻ്റെ സങ്കടം അവൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുക. അവനിങ്ങനെ കരയണ കാണുമ്പോൾ മറിയം, ഇത്രയും നേരം യൗസേപ്പായിരുന്നു മറിയത്തെ ചേർത്ത് പിടിച്ചായിരുന്നു. മറിയം ഇങ്ങനെ വയറൊക്കെ താങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മറിയം യൗസേപ്പിനെ ചേർത്ത് പിടിച്ചിട്ട്, സാരയില്ലടാ യൗസേപ്പേ, പോട്ടെ. ഇതൊന്നും ബൈബിളിലുള്ളതല്ല കേട്ടോ. ബൈബിളിൽ കയറിയിരുന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. സാരമില്ല യൗസേപ്പേ, പോട്ടെ. ഇത്രയും മനോഹരമായ ഒരു ചിത്രം പ്രിയമുള്ള ഒരു ലോകത്തിൽ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇത്രയും മനോഹരമായ ഒരു ഭർത്താവ്, ഇത്രയും മനോഹരമായ ഒരു ഭാര്യ, ഇത്രയും മനോഹരമായൊരു ദാമ്പത്യം, ഇതൊക്കെ എവിടെ കാണുമെന്ന് വെച്ചാൽ സംശയമാണ്.
വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് ഭാഗം എടുത്തിട്ട് ധ്യാനിച്ചാലും നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാത്രിയുടെ മണിക്കൂർ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഈ യൗസേപ്പിനെയും മറിയത്തെയും ഒന്ന് മുന്നിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്ത് പോകാമെന്ന് ആഗ്രഹിക്കുക. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മോനെ, ഞാൻ ഒന്ന് സ്റ്റെപ്പ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാവുമോ? ഓക്കെ, എനിക്ക് ഇച്ചിരി ഒരു ഫ്രീഡം കിട്ടുള്ളൂ എന്ന് കരുതിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ ഈ യൗസേപ്പും മറിയം വെച്ചുകൊണ്ടൊക്കെ നമ്മളൊന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മണിക്കൂറിൽ ഈ നമ്മൾ അധികം ഇരിക്കുന്നത് ഇവിടെ കന്യകാ മാതാവിൻ്റെ രൂപമുണ്ട്, പരിശുദ്ധ അമ്മയുടെ. നമ്മൾ പരിശുദ്ധ അമ്മയെ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്, വിശുദ്ധ യൗസേപ്പ് പിതാവിനെയും ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റിവെക്കും. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുക, ആ തച്ചനായ യൗസേപ്പ്, അതായത് ഈ ഉളിയും പിന്നെ എന്താ പറഞ്ഞേ, ഇടിക്കുന്ന സാധനം, ചുറ്റിക, ആ ചുറ്റികയും ഉളിയും മട്ടം ഇതൊക്കെ പിടിച്ചുകൊണ്ട് കൊടുക്കേണ്ട ഒരു ആശാരി, ആ ആശാരിയെ ഒന്ന് ധ്യാനിക്കുക. പിന്നെയോ നസ്രത്തിലെ കന്യകയായ മറിയത്തെ, അതും ഒന്ന് ധ്യാനിക്കുക. മറ്റവരെ ധ്യാനിക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെ ഒരുപാട് ധ്യാനിച്ചു, യൗസേപ്പ് പിതാവിനെ ഒരുപാട് ധ്യാനിച്ചു, ഇല്ലേ? അവരെ ധ്യാനിക്കാൻ എളുപ്പം. കാരണം അവര് വിശുദ്ധിയുടെ അത്യുന്നതയിൽ നിൽക്കുന്ന രണ്ട് പുണ്യാത്മാക്കള് അല്ലേ? ആ പുണ്യാത്മാക്കളെ അല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾ ധ്യാനിക്കേണ്ടത് ആ പുണ്യാത്മാക്കളെ എങ്ങനെ ഉണ്ടായി, അവരെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഹല്ലേലൂയ. തച്ചനിൽ നിന്ന് വിശുദ്ധനിലേക്കുള്ളൊരു യാത്രയുണ്ട്, നസ്രത്തിലെ കന്യകയിൽ നിന്ന് പരിശുദ്ധ അമ്മയിലേക്കുള്ളൊരു യാത്രയുണ്ട്. അവർ നമ്മൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് ജീവിതത്തിൻ്റെ സാധാരണ ജീവിത രീതികളെ അവർ എന്തോ മഹനീയമാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ ധ്യാന വിഷയം. അതാ ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം പേരൊക്കെ വിവാഹം കഴിച്ചവരൊക്കെ ആണെന്ന് വിചാരിക്കുന്നു, അല്ലേ? ആണോ? ആ കഴിച്ചവരൊന്ന് കര ഉയർത്തിക്കോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കൈ ഉയർത്തിക്കോ. കൈ താത്തിയോട് ജീവിത പങ്കാളി ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞൊന്ന് കൈയടിച്ചേ. ആദ്യമായിട്ടാണ് ജീവിത പങ്കാളി ഓർത്ത് കൈയടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, നല്ലൊരു ശതമാനം പേര് ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമേ, ഇത്രയും സുന്ദരമായൊരു ജീവിതം, ഇത്രയും സുന്ദരം അല്ലേ? അതെ, കുടുംബമൊക്കെ നല്ല സുന്ദരമാണ്. ഇത്രയും സുന്ദരമായ ഒരു ജീവിതം ഈ ലോകത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയം. ഇപ്പം ഞങ്ങളുടെ പൗരോഹിത്യം നല്ലത് തന്നെയാണ്, പക്ഷെ ഞങ്ങളും വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? അതുകൊണ്ട് കുടുംബജീവിതം സുന്ദരമാണ്, മനോഹരമാണ്. ഇത്രയും സുന്ദരമായ വേറെ ഏത് സംവിധാനം ഉള്ളത്? അതുപോലെ തന്നെ ഇത്രയും പൂരിപ്പിച്ചോ? അതുപോലെ തന്നെ ഇത്രയും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, നശിച്ചൊന്നുമല്ല. ഇത്രയും നശിച്ചാൽ ഇത്രയും മോശമുള്ള വേറെ ഒന്നും ഇല്ല. കുടുംബജീവിതം എപ്പോഴും സുന്ദരമാണ്, മനോഹരമാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതും വേറെ ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഈ രാത്രിയിൽ ആദ്യമേ ധ്യാനിക്കുന്നൊരു വിഷയം ഇതാണ്: എനിക്ക് സന്തോഷിക്കാനുള്ള ഒരിടത്താണ് എന്നെ എൻ്റെ ദൈവം ആക്കിയിരിക്കുന്നത്. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? ഇതങ്ങ് മനോഹരമാക്കി തീർക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം. ഇതൊരു വല നെയ്യുന്നത് പോലെയാണ്. ഓരോ കണ്ണിയും തെറ്റുകൂടാതെ കൃത്യമായിട്ട് നെയ്ത് മുന്നോട്ട് പോകേണ്ട സുന്ദരമായൊരു ജീവിത രീതിയാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ബാക്കി ഏത് ജീവിത രീതി എടുത്തു നോക്കിയാലും, ഇപ്പം പൗരോഹിത്യമാകട്ടെ സന്യാസമാകട്ടെ, കുറച്ച് നാൾ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ജീവിച്ചു, അതിനിപ്പോൾ വീണ്ടും ഒന്ന് കമ്മ്യൂണിറ്റി മാറി വേറൊരു സ്ഥലത്ത് ചെന്നു, അല്ലേ? ഇപ്പോൾ വികാരിയച്ഛനാകട്ടെ, അല്ലെങ്കിൽ കൊച്ചനാകട്ടെ, ഒരു ഇടവകയിൽ, അല്ലെങ്കിൽ അച്ഛൻ സിസ്റ്റേഴ്സ് ആകട്ടെ, ഒരു നാട്ടിൽ കുറച്ച് നാൾ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും മാറി അടുത്ത സ്ഥലത്ത് അടുത്ത ആളുകൾ, ഒരു ചേഞ്ച് ഉണ്ട്. പക്ഷെ ദൈവം നിങ്ങളെ മരണം വരെ ആ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആക്കിയിരിക്കുക. അതുകൊണ്ട്
ഇത് ഓരോ കണ്ണിയും നെയ്ത് 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 കയറി പോകേണ്ട മനോഹരമായ ജീവിത രീതിയാണ്. മനോഹരമായത് നെയ്ത് വെച്ചേക്കണെ കണ്ടാൽ നമ്മൾ തന്നെ പറയും കൊള്ളാലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ട് എക്സിബിഷൻ എന്തെങ്കിലുമൊക്കെ നടക്കുക, അപ്പോൾ എന്തെങ്കിലും മനോഹരമായിട്ട് നെയ്ത് വെച്ചേക്കണ സാധനങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അപ്പം നമ്മൾ തന്നെ എത്ര മനോഹരമായിട്ട് അത് നെയ്തേക്കണേ അല്ലേ, പറയില്ലേ? അതേസമയം തന്നെ ആ നെയ്ത്തിൽ അല്പം കുഴപ്പമുണ്ടെങ്കിലോ, ചെറിയൊരു തെറ്റ് വന്നാൽ മതി, ആ നെയ്ത്തിൻ്റെ ഭംഗി മാറിപ്പോയി. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്. ഓരോ കണ്ണിയും വളരെ മനോഹരമായിട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോകേണ്ട ഒരു ജീവിത രീതിയാണിത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വചനം എടുത്തു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ വചനം ധ്യാനത്തിന് ഉപയോഗിച്ചിട്ടില്ല. അതായത് പൗരോഹിത്യ പട്ടം സ്വീകരിച്ച അന്ന് മുതൽ ഒരു 15 വർഷമായിട്ട് ധ്യാന ശുശ്രൂഷ തന്നെയായിരുന്നു. അതിനിടയിൽ ബൈബിളിലെ എല്ലാ പുസ്തകത്തിൽ നിന്നും ഞാൻ എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ബൈബിളിൽ ഒരു പുസ്തകം മാത്രം ഉപയോഗിച്ചില്ല. ഇത്രയും നാളായിട്ട് ഒരു 4-5 മാസമായിട്ടുള്ളൂ ആ പുസ്തകത്തിൽ നിന്ന് വചനം പറയാൻ തുടങ്ങിയിട്ട്. അത് ഏത് പുസ്തകം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? സങ്കീർത്തനമൊക്കെ ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ പറഞ്ഞ സങ്കീർത്തനാണ്. അമ്മച്ചി എൻ്റെ ഏതാണ്ട് സെറ്റിൽ നിൽക്കുന്നയാളാ. ഉറക്കെ പറഞ്ഞോ, ഉത്തമഗീതം. അത് കേട്ടപ്പോൾ ശരിക്കും ചിലര് ഉത്തമഗീതം മോശമായത് കൊണ്ടല്ല പറയുമ്പോഴവരെ പ്രസംഗിക്കാതിരുന്നത്. തീർച്ചയായിട്ടും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവവും സഭയും തമ്മിലുള്ള ബന്ധമൊക്കെ ഒരു പ്രണയകാവ്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ്. ഏത് പുസ്തകം? ഉത്തമഗീതം. അത് മോശമായത് കൊണ്ടല്ല പ്രസംഗിക്കാതിരുന്നത്, അത് എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു സത്യത്തില്. അതിലെ വചന കാരണം മണവാളൻ, മണവാട്ടി, തോഴൻ, തോഴിമാര്, കന്യകമാര്, ആട്ടിൻ പറ്റങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഇത് എങ്ങനെ ഈ സമൂഹത്തോട് കൺവേ ചെയ്യണം എന്നുള്ളത് എനിക്ക് അത്ര എത്തും പിടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം അതിൽ നിന്ന് വായിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഒരു 4-5 മാസം മുന്നാണ് ഈ ഉത്തമഗീതത്തിലൊരു വചനം എന്നെ വല്ലാതെ പിടിച്ച് കുലുക്കിയത്. ആ വചനം ഇതാണ്, ഉത്തമഗീതം 2:15. ഏതാണ്? ഉത്തമഗീതം 2:15. വചനം ഏതാണെന്നറിയാമോ? ഉത്തമഗീതം 2:15 ഇതാണ്: മുന്തിരിത്തോപ്പ് നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുവിൻ, എന്തെന്നാൽ നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. എന്താ വചനം ഒന്നാണ് എൻ്റെ കൂടെ പറഞ്ഞേ? മുന്തിരിത്തോപ്പ് നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുവിൻ, എന്തെന്നാൽ നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. ഹല്ലേലൂയ. എന്തു മനസ്സിലായി? എന്തോ മുന്തിരി മീഞ്ഞും ഒക്കെ ഉള്ള പരിപാടിയാന്ന് മനസ്സിലായി അല്ലേ? മുന്തിരിത്തോപ്പ് എന്നത് എന്തോ നമ്മളത് പഠിച്ചു പോകും കേട്ടോ. ഈ ക്ലാസ് ഇങ്ങനെ പോകുള്ളൂ. മുന്തിരിത്തോപ്പ് എന്താണെന്നൊന്ന് പഠിക്കാൻ പോവോ? എന്താണ് മുന്തിരിത്തോപ്പ്? ഉദാഹരണം പറയാൻ പെട്ടെന്ന് മനസ്സിലാകൂ. എൻ്റെ പൗരോഹിത്യം ഒരു മുന്തിരിത്തോപ്പാണ്. നിങ്ങൾ വേറൊരു മുന്തിരിത്തോപ്പ് പറയൂ. കറക്റ്റാ മച്ചി. ഇത് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല ബുദ്ധി ബോധമുള്ള മനുഷ്യരാണ്. ഇരിങ്ങാലക്കുടക്കാരുടെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങളെല്ലാം നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നവരാ. അപ്പൊ നിങ്ങളുടെ കുടുംബം ഒരു ആയിരിക്കുന്ന സിസ്റ്റേഴ്സിന് അവരുടെ സന്യാസം ഒരു മുന്തിരിത്തോപ്പാണ്. നമ്മുടെ മക്കൾ നമുക്കൊരു മുന്തിരിത്തോപ്പാണ്. നമ്മുടെ കൂടപ്പിറപ്പ് നമുക്കൊരു മുന്തിരിത്തോപ്പാണ്. നമ്മുടെ പ്രായമായ കാരണവന്മാരൊരു മുന്തിരിത്തോപ്പ. നമ്മുടെ അയൽബന്ധങ്ങൾ നമുക്കൊരു മുന്തിരിത്തോപ്പ. നമ്മുടെ സൗഹൃദ കൂട്ടായ്മകൾ നമുക്കൊരു മുന്തിരിത്തോപ്പ. ഇടവകം നമുക്കൊരു മുന്തിരിത്തോപ്പ. മനസ്സിലായോ? എന്ന് വെച്ചാൽ മുന്തിരി നമുക്ക് സന്തോഷം തരുന്നതാണ്, ലഹരി തരുന്നതാണ്, ആനന്ദം തരുന്നതാണ്, ഐശ്വര്യമാണ്. മുന്തിരി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഒക്കെ ഒരു പ്രതീക. അപ്പം നമുക്ക് സന്തോഷം തരുന്ന, ആനന്ദം തരുന്ന നമ്മുടെ കൂട്ടായ്മയെല്ലാം ഈ മുന്തിരിത്തോപ്പുകളാണ്. ഇനി നമുക്ക് വചനം വായിക്കാം. മുന്തിരിത്തോപ്പ് നശിപ്പിക്കുന്ന ആ കുറുക്കന്മാരെ. ആരാണ് കുറുക്കന്മാര്? നശിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തി അല്ല. ദൈവത്തിന്റെ പ്രവൃത്തി സൃഷ്ടിക്കുക, പരിപാലിക്കുക അല്ലേ? ആണോ? അപ്പൊ ആരാണ് നശിപ്പിക്കണേ? തിന്മയുടെ ശക്തിയാണ്, സത്താനാണ് നശിപ്പിക്കുന്നത്. അപ്പൊ കുറുക്കന്മാരെ എന്ന് വെച്ചാൽ തിന്മയുടെ സ്വാധീനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ക്ലോസ് വെച്ചേക്കുവാ. എന്താ? അതാരാണ് ഈ ചെറു കുറുക്കന്മാര്? ചേച്ചി കറക്റ്റാ, പറഞ്ഞോ. കുഞ്ഞു കുഞ്ഞു പാവങ്ങള്, കുഞ്ഞു തിന്മകൾ, അതായത് ലഘുപാപങ്ങളൊക്കെ ആയിട്ട് നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പിടികൂട്. കാരണം നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. വലത് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു കാര്യം പഠിച്ചോളൂ. ഏതാണ് വചനം? ഉത്തമഗീതം 2:15. വചനം ഒന്ന് പറഞ്ഞേ. മുന്തിരിത്തോപ്പ് നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുവിൻ, എന്തെന്നാൽ നമ്മുടെ
മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. പ്രിയമുള്ളവരെ, വലിയ കുറുക്കനാണെങ്കിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിട്ടിരുന്നേനെ. നമ്മുടെ മുന്തിരിത്തോപ്പ് നശിപ്പിക്കുന്ന വലിയ കുറുക്കന്മാർ വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാത്തേനെ. ചെറിയ കുറുക്കന്മാരെ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകും. ചാലക്കുടിയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുലി ഇറങ്ങിയായിരുന്നു. ഇവിടെ വന്നോ? ഇരിങ്ങാലക്കുടക്കുള്ള വണ്ടി കിട്ടാത്തതുകൊണ്ടാ. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള വണ്ടിയൊക്കെ നിർത്തുന്ന ബസ്സൊക്കെ അതുകൊണ്ടായിരിക്കും. ചാലക്കുടിയിൽ പുലി ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ചാലക്കുടിയിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ വൈകുന്നേരം 6:30 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ കയറും. അല്ലാത്തപ്പോഴേ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. അല്ലാത്തപ്പോൾ 10-നും 10:30-ക്കും 11-നും വീട്ടിലാണ് ചേട്ടന്മാരാണ്. പുലി ഇറങ്ങി എന്ന് പറഞ്ഞ സമയത്ത് 6:30 ആകുമ്പോൾ വീട്ടിൽ കയറും. എന്ത് ജാഗ്രതയാണെന്നറിയാമോ? അപ്പൊ വലിയൊരു മൃഗമാണെങ്കിൽ നമ്മൾ ജാഗ്രതയാണ്. ചാലക്കുടിയിൽ എന്തോരം തെരുവ് നായ്ക്കളുണ്ട്. ദൈവമേ, ഈ വിഷയമൊക്കെ പറയാൻ പേടിയാ. എന്തെങ്കിലും ഇരിക്കട്ടെ, മൃഗസ്നേഹികൾ എൻ്റെ പുറകെ വരരുത് കേട്ടോ. ചാലക്കുടിയിൽ എന്തോരം തെരുവ് നായ്ക്കളുണ്ട്. അതിൻ്റെ പേരിൽ ഏതെങ്കിലും ചേട്ടന്മാർ 6:30-ക്ക് വീട്ടിൽ കയറുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം നമ്മൾ അത്ര ജാഗ്രത ഒന്നും അതിന് കൊടുക്കില്ല. ഇനി എപ്പോഴാണ് ഒരു ജാഗ്രത പോണത്? അല്ല, പുലിയല്ല, ഈ തെരുവുനായുടെ കാര്യത്തിൽ നമ്മളൊരു ജാഗ്രത കൊടുക്കാൻ പോണേ എപ്പോഴാ? നമുക്കൊരു കടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ജാഗ്രത കൊടുക്കും, അല്ലേ? ഈ ചെറിയ സാധനങ്ങളെ പ്രത്യേകത, ചെറുതിനും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പരിഗണിക്കില്ല, അതങ്ങനെ വഴിക്കോട്ടെ എന്ന് കരുതും. പക്ഷെ ഈ ചെറിയ ആളുകളുണ്ടല്ലോ, കയറി അസ്ഥിവാരം മാന്തി ഒരു പ്രഭാതത്തിൽ താഴേക്ക് വീഴുമ്പോഴാണ് നമ്മൾ അമ്പട കയ്യിന്ന് പോയല്ലോ എന്നോർക്കണത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, പൗരോഹിത്യമാകട്ടെ, സന്യാസമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഏത് ജീവിത രീതിയിലാണെങ്കിലും ചെറിയ കുറുക്കന്മാരെ അവഗണിച്ചാൽ നമ്മുടെ മുന്തിരി പതുക്കെ ശിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ എന്റെയും നിങ്ങളുടെയും വലിയ ഉത്തരവാദിത്വമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോപ്പിനെ ഏറ്റവും ഭംഗിയാക്കി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാനത് തുടക്കത്തിലേ പറഞ്ഞു വെച്ചത്, ഇതൊരു മുന്തിരിത്തോപ്പാ, കുടുംബം ഒരു മുന്തിരിത്തോപ്പ്. ഓരോരുത്തരും ഏതിലാണോ ദൈവം അവരെ ആക്കിയിരിക്കുന്നത് അതിൽ സന്തോഷം കണ്ടെത്തരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ വെള്ള ഉടുപ്പ് കാണാൻ നല്ല രസമുണ്ട്, അല്ലേ? ചേച്ചിമാരെ അലക്കി തേച്ച് ഉജാല മുക്കി തന്നോണ്ടാട്ടോ ഇത്രയും വൃത്തിയും വെടുപ്പായിട്ടിരിക്കണേ. എന്നാൽ ഇത് ഇട്ട് നടക്കണമൊക്കെ രസമാണെന്നേ, അതെ. പക്ഷേ ഈ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ലേ? കണ്ടല്ലോ, ഈ ഉടുപ്പ് വലിയൊരു ഇടയ്ക്കത് പ്രശ്നമുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാനങ്ങോട്ട് കയറി പോകാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കാണാൻ രസമാണ്, ഇട്ടുകൊണ്ട് നടക്കാനും രസമാണ്. ഈ ഉടുപ്പിട്ട് ഏത് വീട്ടിൽ കയറി ചെന്നാലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടും. ഭാഗ്യം ചെയ്ത ഉടുപ്പാണ്, സത്യ. അപ്പൊ ഇത് വളരെ രസകരമാണ് ഈ ഉടുപ്പ്. പക്ഷേ ഈ ജീവിതത്തിൽ സിസ്റ്റേഴ്സ് നിങ്ങൾ കേട്ടോ, ഇത് വലിയൊരു ഭാഗ്യം ചെയ്ത ഉടുപ്പാണ്. അപ്പൊ ഇത് നല്ലതാണ്. പക്ഷെ ഇത് നമുക്ക് ഇതിലൊരു സംതൃപ്തി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ, സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ, ഇത് വലിയൊരു ഭാരമാണ്. പറയുള്ളവരെ, ഈ ജീവിതത്തിൽ വേറെ ആരുമില്ല, മിണ്ടാനില്ല, പറയാനില്ല, പങ്കുവെക്കാനില്ല, ഒറ്റപ്പെട്ടു പോകുന്നു, ആരുമില്ല. വലിയൊരു ഭാരമാണ് ജീവിതം. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതം സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഒരു പുരോഹിതന്റെ, ഒരു സന്യാസിനിയുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളും, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ദാമ്പത്യം. ഇത് സത്യത്തിലൊരു സന്തോഷമാണ്. പറയുള്ളവരെ, കൂടെ ചേർന്ന് നിൽക്കാൻ ഒരു പെണ്ണുണ്ട്, കൂടെ ചേർന്ന് നിൽക്കാൻ ഒരു പുരുഷനുണ്ട്. ഇതൊരു സന്തോഷമല്ലേ? സന്തോഷത്തിലും ദുഃഖത്തിലും വിഷമത്തിലും എല്ലാത്തിലും നന്നായിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും കുടുംബമാണെങ്കിലും നമുക്ക് ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ നമുക്ക് എതിരെ നിന്നാലും, ആരൊക്കെ നമ്മളെ പരിഹസിച്ചാലും ചെന്ന് കയറുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ട്. ഇതിനും വലിയ എന്ത് സന്തോഷം, ശരിയല്ലേ? അങ്ങനെയൊക്കെ ആണോ? വലത് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഈ രാത്രി നമ്മളെ ഇങ്ങനെയൊന്ന് ധ്യാനിച്ച് കടന്നു പോകാൻ പ്രിയമുള്ളവരെ, നമ്മുടെ മുന്തിരിത്തോപ്പ്, ആ മുന്തിരിത്തോപ്പ് പൂത്തുലയുക. അത് ഒരു കുറുക്കനും കയറി നശിപ്പിക്കാൻ നമ്മൾ ഇടവരുത്തരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കുറുക്കന്മാർ കയറി നശിപ്പിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഏത് കൂട്ടായ്മയാകട്ടെ, പൗരോഹിത്യമാകട്ടെ, സന്യാസമാകട്ടെ, കുടുംബമാകട്ടെ, ദാമ്പത്യമാകട്ടെ, മക്കളാകട്ടെ, ഏത് കൂട്ടായ്മയാണേലും ഈ കുറുക്കന്മാർ കയറി നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അവിടത്തോട് ചേർന്നിരിക്കുക എന്നല്ലാണ്ട് വേറൊരു വഴിയും ഇല്ല. ഏറ്റവും നല്ല സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദൈവമാണ്.
നിങ്ങൾ ഉറപ്പിച്ചോ, ഏത് ബന്ധമാണേലും തകർച്ച ആരംഭിക്കുന്നത് അവിടുന്ന്. ഞാൻ ബൈബിളിലെ മനോഹരമായൊരു സങ്കീർത്തനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. 137 സങ്കീർത്തനം. 137 സങ്കീർത്തനം. പ്രവാസിയുടെ വിലാപം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. രാത്രി വന്നിട്ട് അച്ഛന് വിലാപത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് കരുതുന്നുണ്ട്. പക്ഷെ രസകരമായ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം ഏതാണ്? 137 സങ്കീർത്തനം. ഈ സങ്കീർത്തനം ഒന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഉറക്കം വരാതെ പറയിച്ചോളം കേട്ടോ. എല്ലാവരും നിവൃത്തിയിരുന്നേ, നെടുവൊക്കെ നിവൃത്തിയിട്ട്. ഹല്ലേലൂയ. നമ്മൾ ചെറിയൊരു ചരിത്രം ഒന്ന് പറഞ്ഞു പോവുക. എന്താ ചരിത്രം നാമോ? രക്ഷാകര ചരിത്രം തുടങ്ങുന്നത് അബ്രാഹത്തിൻ്റെ വിളിയോട് കൂടിയാ അല്ലേ? അതെ. അബ്രാഹത്തിന്റെ മക്കള് ഇസ്മായിലും ഇസഹാക്കും. ചരിത്രം മുന്നോട്ട് പോകുന്നത് ഇസഹാക്ക് വഴി. രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുന്നത് ഇസഹാക്ക് വഴി. ഇസഹാക്കിന്റെ മക്കള് ഏസാവും യാക്കോബും. ചരിത്രം മുന്നോട്ട് പോകുന്നത് യാക്കോബ് വഴി. യാക്കോബിന്റെ മക്കള് ഇതെവിടെ ചെന്ന് എത്തുമാവൂ? യാക്കോബിന്റെ മക്കള് എത്ര പേര്? 12 പേര്. ആ 12 പേരാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. അതിൽ ഒരുത്തരോട് അപ്പൻ ഇത്തിരി സ്നേഹം, സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് എടുത്ത് വിറ്റു. ഇപ്പൊ അവനെ എവിടെ എത്തി? ഈജിപ്തില്, പൊത്തിഫറിന്റെ വീട്ടില്. കാര്യസ്ഥൻ. ആ പെണ്ണിന് ഇവനോട് പ്രേമം, ഇവനെ കയറി പിടിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവന്റെ പേരിലാക്കി. അവസാനം അവൻ ജയിലില്. ഇനി അവിടെ കിടക്കുമ്പോൾ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. രാജാവിന് ഇഷ്ടമായി. അങ്ങനെ ജോസഫ് ഇപ്പോൾ അവിടുത്തെ അധിപനായി, ഈജിപ്തിന്റെ അധിപൻ. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം നാടായ ഇസ്രായേൽ, ഈജിപ്തിലാണ് അവൻ. ഇസ്രായേലിൽ ക്ഷാമം വരുന്നു. യാക്കോബും സഹോദരന്മാർ ഇവിടെ വരുന്നു. അപ്പൊ ഇവരുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കുന്നു. ഫറവോയ്ക്ക് ഇഷ്ടമായി. ഇതാ ജോസഫിന്റെ അപ്പനും കൂട്ടരുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിനി അങ്ങോട്ട് പോകണ്ട, അവിടെ ക്ഷാമമില്ല, ഇവിടെ തന്നെ കൂടിക്കോ. നല്ല ഫറവോ, നല്ല ജോസഫ്, നല്ല യാക്കോബ്, നല്ല 11 അങ്ങനെ അവിടെ തഴച്ചു വളർന്നു. ഫറവോ മരിച്ചു, യാക്കോബ് മരിച്ചു, ജോസഫ് മരിച്ചു, കൂടെയുള്ളവന്മാരൊക്കെ മരിച്ചു. തലമുറ കഴിഞ്ഞു, പുതിയ ഫറവോ വന്നു, പുതിയ തലമുറകൾ വന്നു. ആ സമയത്ത് അന്നത്തെ ഫറവോയ്ക്ക് ഒരു പേടി. കാരണം ഇവന്മാരങ്ങോട്ട് പെറ്റു പെരുകുക. ആര്? ഇസ്രായേൽക്കാര്. ഇങ്ങനെ അങ്ങ് ഏറ്റുവിട്ടേണ്ടി വലിയ ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ അവന്മാർ ഒറ്റക്കെട്ടായിട്ട് രാജ്യം പിടിച്ചെടുത്താലോ? അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും അമർച്ച ചെയ്യണം. അങ്ങനെ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവർ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. ദൈവം ആരെ അയച്ചു? മോശയെ അയച്ചു. മനസ്സിലായോ? മോശ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് എങ്ങോട്ട് കൊണ്ടുപോകണു? ചരിത്രം എല്ലാവർക്കും അറിയാം. ഈ പോകുന്ന വഴിക്ക് അവർ ദൈവത്തോടടുത്തും ദൈവത്തിൽ നിന്ന് അകന്നൊക്കെ ആയിട്ടാ ജീവിതം അല്ലേ? അതെ. ഈ പോകുന്ന വഴിക്ക് അവർ നോക്കിയപ്പോ നമുക്കില്ലാത്തൊരു സംഭവം അയൽവക്കത്തുള്ള നാട്ടുകാർക്കൊക്കെ ഉണ്ട്. എന്ത്? നമുക്കില്ലാത്തൊരു സംഭവം അയൽവക്കത്തെ നാട്ടുകാർക്കൊക്കെ ഉണ്ട്. എന്താണത്? അയൽവക്കത്തെ രാജ്യങ്ങൾക്കൊക്കെ ഓരോ രാജാക്കന്മാരുണ്ട്. നമുക്ക് മാത്രം രാജാവില്ല. കാരണം നമ്മളെ ആരാ നയിച്ചുകൊണ്ടിരിക്കണേ? ദൈവം. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? നയിക്കാൻ വേണ്ടി ഒരു രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം ഇസ്രായേലിന് ആദ്യത്തെ കൊടുത്തു. രാജാവിന്റെ പേര്, ആദ്യത്തെ രാജാവ് അവർക്ക് പറയൂ. ശരിയാണ്, തെറ്റുന്നില്ല. ആദ്യത്തെ രാജാവ് സാവൂൾ. ഒന്നാമത്തെ രാജാവ് സാവൂൾ. രണ്ടാമത്തെ രാജാവ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ് ദാവീദ്. ഇസ്രായേലിന്റെ മൂന്നാമത്തെ രാജാവ് സോളമൻ. ഇസ്രായേലിന്റെ നാലാമത്തെ രാജാവ്, ഇത് എവിടെ ചെന്നെത്തുമാവോ? നാലാമത്തെ രാജാവ് സോളമനോട് രാജ്യം രണ്ടായിട്ട് തിരിഞ്ഞു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞു. യൂദയ, ബെഞ്ചമിൻ, ഈ രണ്ടുപേരോടും കൂടിയിട്ട് യൂദാ ഭവനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബാക്കി 10 ഇസ്രായേൽ എന്ന പേരിൽ. തിരിവ് മനസ്സിലായോ? യൂദായും ബെഞ്ചമിനും അതുകൂടി യൂദാ ഭവനം. മനസ്സിലായോ? 2 കൂട്ടര്. ബാക്കി എത്ര കൂട്ടര്? 10 കൂട്ടര്. അവര് ഇസ്രായേൽ എന്ന പേരിൽ, യൂദായും ഇസ്രായേലും. മനസ്സിലായോ? ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് മറ്റേ അസുഖം ഇടയ്ക്ക് പിടിപെട്ടു. ഏതസുഖം? നമ്മുടെയൊക്കെ നാട്ടിൽ കാരണവന്മാര് പറയല്ലേ, തിന്ന് അസുഖം. കാരണം ദൈവം ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ആ അസുഖം ഇവർക്ക് പിടിപെട്ടു. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവരുടെ തോന്നിവാസം ഇവര് ജീവിക്കാൻ തുടങ്ങി. ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. 2 കൂട്ടരും, യൂദായും ബെഞ്ചമിനും അതെ, അപ്പുറത്തുള്ള 10 അതെ. അപ്പോ ആ സമയത്ത് ശത്രു രാജ്യം. അപ്പൊ ഈ സെക്യൂരിറ്റി ആരാന്നാ പറഞ്ഞേ? നെച്ചിനും പറഞ്ഞായിരുന്നു. ആരാണ് നമ്മുടെ സെക്യൂരിറ്റി? മുന്തിരിത്തോപ്പിന്റെ സെക്യൂരിറ്റി ആരാ? ദൈവമാണ്. ആ സെക്യൂരിറ്റി അങ്ങോട്ട് പതുക്കെ മാറി. സെക്യൂരിറ്റി നഷ്ടപ്പെട്ടപ്പോൾ ശത്രുരാജ്യം വരച്ചു കയറി. 2 കൂട്ടരും അങ്ങനെ ഓരോ അടിമത്തത്തിൽ ചെന്നു. ഈ
10 പേരടങ്ങുന്ന ഇസ്രായേൽ ചെന്ന അടിമത്തമാണ് അസീറിയൻ അടിമത്തം. കേട്ടിട്ടുണ്ടോ? അസീറിയൻ അടിമത്തം. യൂദായും ബെഞ്ചമിനും അടങ്ങുന്ന ഈ 2 പേര് ചെന്ന അടിമത്തമാണ് ബാബിലോൺ അടിമത്തം. കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇസ്രായേൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന 2 അടിമത്തങ്ങളാണ്. ഏതൊക്കെയാണ്? അസീറിയൻ അടിമത്തവും ബാബിലോൺ അടിമത്തവും. എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയാമോ? ആ സങ്കീർത്തനം 137 ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാ. സങ്കീർത്തനം 137 1-ാമത്തെ വചനം ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചേ. ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് അവർ സിയോനെ ഓർത്ത് കരഞ്ഞു. അതാ പഠിക്കാൻ പോണേ, ശ്രദ്ധിക്കണം കേട്ടോ. എവിടെ ഇരുന്നോണ്ടാ? ബാബിലോൺ നദിയുടെ തീരത്ത്. ആരാണ് ഇരിക്കണേ? ഇവര്, യൂദാഭവനം. ഇവരിരുന്നോണ്ട്. എന്തിനാണ് ഇവര് ബാബിലോൺ നദിയുടെ തീരത്തിരിക്കണേ? ബാബിലോൺകാർ വന്ന് ഇവരെ നശിപ്പിച്ച് ഇവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോയേക്കുക. എങ്ങോട്ട്? ബാബിലോണിലേക്ക്. ഈ അടിമകളുടെ ജോലി എന്താണെന്നറിയാമോ? ബാബിലോണിൽ ജലദൗർലഭ്യമുണ്ട്, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ടൈഗ്രീസ്, യൂഫ്രട്ടീസ് തുടങ്ങിയ നദികളിൽ നിന്നെല്ലാം കനാല് വെട്ടി വെള്ളം കൊണ്ടുവരണം. ഈ പണിയാണ് ആരെ ഏൽപ്പിച്ചേക്കണേ? ഈ അടിമകളായിട്ട് കൊണ്ടുപോയ ദൈവത്തിൻ്റെ ജനത്തെ. മനസ്സിലായോ? ഇത്രയും മനസ്സിലായവരൊന്ന് വലതുകരം ഉയർത്തിക്കേ. എനിക്ക് സന്തോഷമായി. കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രാത്രിയാണെന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ അത്ര സുഖമല്ല ഇത് പറയാനായിട്ട്. എങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നു. മടുത്തു തുടങ്ങിയോ? ഇപ്പൊ എവിടെയാണ് ഇവർ ഇരിക്കുന്നത്? പള്ളിക്കകത്തല്ല, എവിടെയാണ്? ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് അവരെ ആരെ ഓർത്ത്? സിയോൻ. ജെറുസലേമിന്റെ മറ്റൊരു പേരാണ് സിയോൻ. ജെറുസലേം ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന സ്ഥലം, ദേവാലയം അല്ലേ? യഹൂദന്റെ ദേവാലയം ഇരിക്കുന്ന ജെറുസലേം, അതിനെ ഓർത്താണ് കരയണത്. കാരണം എന്താ പറയുമോ? ഈ ശത്രുക്കൾ വന്നിട്ട് ആ ദേവാലയം നശിപ്പിച്ചു. അപ്പൊ അതിനെ ഓർത്താണ് ഇത് കരയണത്. അടുത്ത വചനം വായിച്ചേ. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ തങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. ഇത് മനോഹരമാണ്. നദിയുടെ തീരത്തെ അലരി വൃക്ഷം ഉണ്ട്. അതിന്റെ ശിഖരങ്ങളിൽ ഇവരെന്ത് ചെയ്തു? കിന്നാരമല്ല, കിന്നരം തൂക്കിയിട്ടു. എന്താണ് ഈ കിന്നരം? കിന്നരം എന്ന് പറയുന്നത് ഒരു സംഗീത ഉപകരണമാണ്. എന്തിനാണ് ഈ കിന്നരം ഉപയോഗിക്കുന്നത്? ഇതെല്ലാം അറിയാമല്ലോ. ഞാൻ പോയേക്കാം. ദൈവത്തെ ആരാധിക്കാൻ ദേവാലയ സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? കിന്നരം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു കേസിൽപ്പെട്ട് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. വീട്ടിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. സാറേ, 1 മിനിറ്റ് എൻ്റെ ലഗേജ് ഒന്ന് എടുത്തോട്ടെ. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ലഗേജ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റുമോ? വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? കൈ കിട്ടണമായിട്ട് പോകുക അല്ലേ? അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോ ഇവര് ഒരു കാര്യം എടുക്കാൻ മറന്നില്ല. ഏത് കാര്യം? കിന്നരം. എന്തുകൊണ്ടായിരിക്കും കിന്നരം എടുക്കാൻ മറക്കാത്തത്? കിന്നരം എന്ന് പറയുന്നത് അവരുടെ ദൈവ ആരാധനയുടെ പ്രതീകമാണ്. എന്താണ്? ദൈവാരാധനയുടെ പ്രതീകമാണ് കിന്നരം. പ്രിയമുള്ളവരെ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ ഞാനിങ്ങനെ നിൽക്കണോണ്ട്. ഓക്കെ, അവിടെ നിന്ന ഞാനും ഡ്രൈ ആവുക, അവരും ഡ്രൈ ആവുമല്ലോ എന്ന് കരുതി കേട്ടോ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ അവരുടെ ആരാധനയുടെ പ്രതീക. പ്രിയമുള്ളവരെ, ജെറുസലേം ദേവാലയത്തിലെ ദൈവാരാധന, പ്രൈസ് ആൻഡ് വർഷിപ്പ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദൈവാരാധനയായിരുന്നു എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ദൈവാരാധന കാണാനും പങ്കെടുക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ വരുമായിരുന്നു. 1,00,000 പേരൊക്കെ ഒരുമിച്ച് കൂടി ആ പരിസരത്ത് ഈ ദൈവാരാധനയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്നാൽ എങ്ങനെ അതേ രീതിയിൽ ജനത ദൈവത്തെ ആരാധിക്കുന്നു. കാരണം അവർക്കറിയാം ഈ ദൈവം അവരെ എങ്ങനെയാണ് രക്ഷിച്ചുകൊണ്ട് വന്നതെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് അവർ വളരെ ഭക്തിയോടെ ദൈവാരാധന നടത്തി. പക്ഷെ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആരാധനയൊക്കെ നിറം മങ്ങിപ്പോയി. ആ നിറം മങ്ങിപ്പോയപ്പോഴാണ് ശത്രുക്കൾ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി രക്ഷിക്കാൻ ഒരേ ഒരാളുള്ളൂ. ആര്? ദൈവം. ദൈവാരാധന അല്ലാണ്ട് ഇനി വേറെ വഴിയില്ല. അതുകൊണ്ട് വേറെ ഒന്നും എടുത്തില്ലെങ്കിലും അവര് അടിമത്തത്തിലേക്ക് പോയപ്പോ അവരുടെ കിന്നരം എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇപ്പൊ കുഴപ്പം എന്താണെന്നറിയാമോ? കിന്നരം എവിടെയാ തൂക്കിയിട്ടേക്കണേ? അലരി വൃക്ഷത്തിന്റെ മേളില്. കാരണം എന്താ? പ്രിയമുള്ളവർ, ഇവർക്ക് ആരാധന നടത്താൻ സ്ഥലമില്ല. ദേവാലയം നഷ്ടപ്പെട്ടു പോയില്ലേ? അവരിത് ഈ കിന്നരം പിടിച്ചുകൊണ്ട് നടക്കും. അങ്ങേറ്റം വിഷമാണ്. ഇനി ആ സമയത്ത് അടുത്ത വചനം വായിച്ചേ.
ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇതാ മേലാളന്മാര്, മർദ്ദിക്കുന്ന മേലാളന്മാര് ബാബിലോണക്കാരാണ്. അവര് പറയുക അവിടെ വെച്ച് പാട്ടുപാടാൻ. എന്നിട്ട് വായിച്ചേ, സിയോനെ കുറിച്ചുള്ള പാട്ട്. ജെറുസലേം ഇവര് തകർത്ത സംഭവമാണ് ജെറുസലേമേ. അതിനെക്കുറിച്ച് സ്തുതിച്ചു പാടി അവരെ രസിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, ഇത് അവരുടെ ആരാധനയുടെ ഗീതമാണ്. അവർ ദേവാലയത്തിൽ മാത്രം പാടുന്ന പാട്ട് ഇപ്പോ പറയുകയാണ് ഇവരെ രസിപ്പിക്കാൻ. ഗാനമേളയില്ലേ, ഗാനമേള പോലെ ഇവരെ രസിപ്പിക്കാൻ, തകർന്നു കിടക്കുന്ന ഈ ജെറുസലേമിനെ കുറിച്ച് പാടി ഇവിടെ രസിപ്പിക്കാൻ പറയുകയാണ്. അപ്പൊ അവരെന്താ പറയണത്? വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ ഗാനം. ഇവിടെ വിദേശം എന്ന് വെച്ചാൽ വിജാതിയരുടെ നാടെന്ന ഉദ്ദേശം. അന്യനാട്, യഹൂദ ജനത അല്ലാത്ത അന്യനാട്, വിജാതിയരുടെ സ്ഥലം. അവിടെ വെച്ച് എങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ, കാരണം കർത്താവിന്റെ ഗാനം കർത്താവിന്റെ ആലയത്തിൽ ആരാധിക്കേണ്ടതാ. അത് ഞങ്ങൾ വേറൊരിടത്ത് എങ്ങനെയാണ് ആലപിക്കണത്? ഒന്ന് വലതുകര പറ്റി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നിട്ട് വായിച്ചേ, ജെറുസലേമേ നിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവാലയം, ദൈവം, ദൈവത്തെ തന്നെ ഉദ്ദേശിച്ചു. ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ. ഇപ്പൊ തിരിച്ചറിവുണ്ടായി, ജെറുസലേമിനെ ഞങ്ങൾ മറന്നിട്ടാണ് ഈ അവസ്ഥയിൽ എത്തിയത്. ദേവാലയത്തെ മറന്നുകൊണ്ടാണ് എത്തിയത്. അപ്പൊ ഇപ്പൊ പറയുകയാണ്, നിന്നെ മറക്കുവാണെങ്കിൽ ഞങ്ങളുടെ വലത് കൈ എന്നെ മറക്കട്ടെ. വലത് കൈ മറന്നാലേ കുഴപ്പം. ഞാൻ കരുതി നിങ്ങൾ ബുദ്ധി കൂടിയ ആളുകളായതുകൊണ്ട് ചിലപ്പോൾ പറയായിരിക്കും വലത് കൈ മറന്നാൽ ഇടത് കൈ കൊണ്ട് കഴിക്കാലോ. വലത് കൈ നിന്നെ മറക്കട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം താറുമാറായി പിന്നെ അല്ലേ. എന്നിട്ട് പറയും അടുത്തത്, നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തെക്കാളും വലുതായി. ജെറുസലേം ദൈവം തന്നെ. ദൈവമേ, എൻ്റെ എല്ലാ സന്തോഷങ്ങളെക്കാളും വലുതായിട്ട് നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാവിനോട്. അത്ര മതി, അടച്ചു വെച്ചു, അടച്ചു വെച്ചു. അപ്പൊ ഒരു തകർച്ചയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇവർ തിരിച്ചറിയാ ഇവരുടെ ജീവിതം തകരാനുണ്ടായ കാരണം ഇവരുടെ ദൈവാരാധന മുടങ്ങിപ്പോയതാ, നഷ്ടപ്പെട്ടു പോയതാ. വലിയൊരു തിരിച്ചറിവാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉറപ്പിച്ചോട്ടോ, നമ്മൾ വീണ്ടും തിരിച്ചു വരിക. എങ്ങോട്ട്? മറ്റേ മുന്തിരിത്തോപ്പിലേക്ക്. അത് വിട്ടിട്ടില്ല. വിട്ടുപോയോ? ഇല്ല. നമ്മുടെ മുന്തിരിത്തോപ്പ് നശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം എവിടെയാണ്? തുടക്കം അവിടുന്ന് ദൈവാരാധന നഷ്ടപ്പെടുന്ന വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അപ്പൊ ഈ നശീകരണം, നാശം എന്ന് പറയുന്നത് ഒരു പ്രഭാതം കൊണ്ട് നടക്കണ കാര്യം അല്ല. അത് പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് അറിയണില്ല എന്നുള്ളൂ. നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട്, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നശിക്കുന്നത് നമ്മൾ അറിയില്ല. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങളെ വെച്ച് തന്നെ തുടങ്ങാൻ കേട്ടോ. അപ്പം നിങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഒരു പുരോഹിതൻ, ഒരു സന്യാസിനി പൗരോഹിത്യം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ സന്യാസം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും ഒന്നെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ടൊരു അടുപ്പം വന്നു, പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ ഒരു സന്യാസം ഉപേക്ഷിച്ച് പോയി, അവള് കാരണം അവൻ കാരണം എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലെന്നേ. അതിനു മുമ്പേ എവിടെയോ ഈ ദൈവാരാധന, ഈ ശുശ്രൂഷയോടുള്ള താല്പര്യം, ഇതൊക്കെ എവിടെയോ കുറഞ്ഞ് പോയിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് മറ്റൊന്ന് വന്ന് കയറുന്നത്. മനസ്സിലായോ? ഇത് തന്നെയാണ് കുടുംബം, ഇത് തന്നെയാണ് ദാമ്പത്യവും, ഇത് തന്നെയാണ് മക്കളും, ഇത് തന്നെയാണ് അയൽവക്കവും. എവിടെയും നമ്മുടെ സംരക്ഷണത്തിന്റെ വേലി പൊളിയണത് പ്രിയമുള്ളവരെ ഓർക്കണം കേട്ടോ. നമുക്ക് ദൈവത്തിന്റെ ദൈവാരാധന നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പൊ അടുത്ത ചോദ്യം, എന്താണ് ദൈവാരാധന? എന്താണ് ദൈവാരാധന? ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു ഉത്തരം പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുമെന്ന് അറിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ഓ അവരൊക്കെ വലിയ പറഞ്ഞു. ഈ അമ്മച്ചി എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അസിസ്റ്റൻ്റായിട്ട് കൂടെ കൊണ്ടായാലൊന്ന് ആലോചിക്കുക. പറഞ്ഞ അമ്മച്ചി അവരൊക്കെ ഇതെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ്. അവരൊക്കെ വലിയ പ്രാർത്ഥനക്കാരൻ. ഇത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പറയണേ?
ഏ അപ്പം ഈ പ്രാർത്ഥനക്കാരാകുന്നത് നെഗറ്റീവ് കാര്യമാണോ, മോശം കാര്യമാണോ? പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അതെ, ഈ അമ്മച്ചിമാരാണോ നല്ല സൂപ്പർ, നല്ല അമ്മച്ചി രണ്ടാമത് ഉത്തരം പറയുക. എന്തുകൊണ്ടാ? ജീവിതം ഇല്ല. അപ്പൊ പ്രാർത്ഥനയുണ്ട്, ധ്യാനവും കൺവെൻഷനും, അതുപോലെ എല്ലാ ദിവസവും കുർബാനയും കുടുംബ പ്രാർത്ഥനയും ബൈബിളും ജപമാലയും കുടുംബ യൂണിറ്റും എല്ലാം ഉണ്ട്. പക്ഷേ പുറമേക്കൊന്നും കാണാനില്ല. അപ്പൊ നമ്മൾ പറയൂ അവരൊക്കെ വലിയ പ്രാർത്ഥനക്കാരല്ലേ, എന്നിട്ട് കാണിച്ചു കൊടുക്കുന്ന കണ്ടാൽ മതി അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കുറെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതാണോ? അല്ല, ജീവിതമാണല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇതില്ലേലും അത് കൺഫ്യൂഷനായില്ലേ? ഇതില്ലേ? ഇതാണ് മിടുക്കുത്തരം. കറക്റ്റാ. അപ്പൊ ചിലര് പറയും പിന്നെ കുറെ പ്രാർത്ഥിച്ചാ പോരെ, ജീവിക്കുക വേണ്ടത് ആദ്യമായിട്ട്. അല്ലാണ്ട് കുറെ പള്ളിയിൽ പോയി കുറെ പ്രാർത്ഥിച്ചു അതിനൊന്നും കാര്യമൊന്നുമില്ല. നന്നായിട്ട് ജീവിക്കുക. അപ്പൊ നന്നായിട്ട് ജീവിക്കുക, പള്ളിയും പ്രാർത്ഥിക്കുന്നില്ല, നന്നായിട്ട് ജീവിക്കുന്നു, മതിയോ? ഇല്ല. അത് അധികം നാൾ മുന്നോട്ട് പോകില്ല പറയുള്ളവരെ. അപ്പൊ നന്നായിട്ട് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇത് നമുക്ക് ആവശ്യം. എന്നാൽ ഇത് മാത്രം മതിയോ? പള്ളിയും ആരാധനയും മാത്രം മതിയോ? പോരാ, അത് ജീവിതത്തിലും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്തെന്ന് പറയണത്? ദൈവാരാധന എന്ന് പറയണത്. മനസ്സിലായോ? ഒന്ന് കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ആ അച്ഛൻ നന്നായിട്ട് ധ്യാനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അടുത്ത ദേഷ്യപ്പെടും. എങ്ങനെയുണ്ട്? ശരിയായിട്ടില്ല അല്ലേ? എല്ലാം ഞാൻ സെൽഫ് ഗോൾ അടിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ദൈവാരാധന ഇത് രണ്ടും പ്രധാനപ്പെട്ടതാ. പ്രാർത്ഥനയും ആത്മീയ കാര്യങ്ങളും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും ഏത് കൂട്ടായ്മയിൽ വരാൻ തുടങ്ങുന്നോ ആ കൂട്ടായ്മ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങും. അത് പൗരോഹിത്യമാണെങ്കിലും, അത് സന്യാസമാണെങ്കിലും, അത് ദാമ്പത്യമാണെങ്കിലും, അത് മാതാപിതാക്കൾ മക്കൾ ബന്ധമാണെങ്കിലും, അയൽവക്കമാണെങ്കിലും, ഏത് മുന്തിരിത്തോപ്പാണെങ്കിലും ശരി, ദൈവാരാധന കൃത്യമാകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് താളം തെറ്റിക്കഴിയുമ്പോൾ പതുക്കെ എവിടെയാണ് പൊളിഞ്ഞു പോകണമെന്ന് നമുക്ക് പോലും ഒരെത്തും പിടിയില്ല. എനിക്ക് പരിചയമുള്ള ഈ ശുശ്രൂഷയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കുടുംബം, അപ്പനും അമ്മയും രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല വലിയ ഉദ്യോഗസ്ഥരായി. രണ്ടുപേരും ഒരു ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കയറി വന്നവരാ. കഠിനാധ്വാനിച്ചത് പഠിച്ച് നല്ല ജോലിയായി നല്ല സമ്പത്തായി. അവർക്ക് വലിയൊരാഗ്രഹം, ഞങ്ങൾക്കോ നല്ല ബാല്യം കിട്ടിയില്ല, മക്കളെയെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കണേ അല്ലേ അമ്മച്ചി? ഈ അമ്മച്ചിയോട് തന്നെ കേൾക്കട്ടെ, നമ്മളും ഏതായാലും കുറേ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു, മക്കളെങ്കിലും നന്നായിട്ട് കാണട്ടെ, ഇതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്തെന്ന് പറയുമ്പോൾ ഈ മക്കൾ നല്ല ഹൈടെക് ആയിട്ടുള്ള പരിശീലനം, വിദ്യാഭ്യാസവും മറ്റ് പരിശീലനം എല്ലാം. അപ്പോൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ വട്ടം ഇരുന്ന് കഴിക്കുന്നു. അതിൻ്റെ സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ച് മക്കളെയൊക്കെ അങ്ങനെ പഠിപ്പിച്ച് ആ സ്റ്റൈലായിട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പന് ചെറിയൊരു വിനോദമുണ്ട്. എന്താണെന്നറിയുമോ? അത്താഴം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ട്. അത്താഴം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അപ്പൻ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ചെറിയത്, ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന ആംഗ്യ ഭാഷയാണല്ലോ, എന്നതത് ചെറുത്, അത് അപ്പൻ തന്നെ കൊടുക്കും, ഭാര്യയ്ക്കും കൊടുക്കും, മക്കൾക്കും കൊടുക്കും. അപ്പം പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? ചെറുപ്പം മുതലേ ചെറുതിങ്ങനെ കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ പ്രായമാകുമ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെ ഒന്നും കൂടി മോശമായിട്ട് പോകില്ല. കാരണം ഇതൊക്കെ ഇത്ര ഉള്ളൂന്ന് അവർക്ക് മനസ്സിലാകും. നല്ലൊരു പരിശീലനം അല്ലേ? കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മൾ ഈ കൂട്ടുകാരുടെ കൂടെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള പോക്കൊക്കെ ആണല്ലോ. അപ്പം അപ്പൻ്റെ അമ്മയുടെയും കൂടെ ആകുമ്പോൾ കൃത്യതയുടെ ചെറുത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെയൊക്കെ പരിശീലനം കയറി പോകുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന കുറേ നാൾ കഴിഞ്ഞ് ചെറുക്കൻ പഠനമെല്ലാം കഴിഞ്ഞ് ചെറുക്കന് ജോലിയൊക്കെ കിട്ടി. ഒരു ചെറുക്കനൊരു പെണ്ണുമാണ്, ചെറുക്കന് ജോലിയൊക്കെ കിട്ടി. അപ്പം അപ്പന് സങ്കടം വന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു ദിവസം അപ്പനൊരു വാർത്ത കേൾക്കുക, ചെറുക്കൻ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഒരു പെണ്ണുമായിട്ട് പോയി. ആ പെണ്ണുമായിട്ട് പോയി എന്നുള്ളതല്ല, കല്യാണം കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന 2 പിള്ളേരുള്ള മക്കളുള്ള അമ്മേനെയും കൊണ്ട് പോയേക്കണേ. എങ്ങനെയുണ്ട്? ചെറുത് കൊടുത്ത് അതൊരു ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണല്ലോ. ഒരുമിച്ചിരുന്ന് അപ്പനും അമ്മയും മക്കളും ചെറുത് കഴിക്കുക, അങ്ങനെ ആ സന്തോഷം അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ. മറ്റേതൊന്നും കാര്യമായിട്ട് കൊടുത്തില്ല. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ പുണ്യം പറയാനൊക്കെ എല്ലാവർക്കും
എളുപ്പമാണ്. നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ അധ്വാനിക്കണം, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കൊണ്ടുവരണം, ഇല്ലേ? അതുകൊണ്ട് ആ സന്തോഷമൊക്കെ വിട്ടിട്ട് ഈ സന്തോഷം കുറച്ച് കൊടുത്താൽ വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ കൈവിട്ട് പോയത് വേറെ രീതിയിലാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് എന്തൊക്കെ ചോർന്നു പോകുന്നോ അത് നമ്മൾ പതുക്കെ അസ്ഥിവാരത്തിന്റെ കല്ല് മാന്തിക്കൊണ്ടിരിക്കുക, നമ്മൾ പോലും അറിയില്ല. അത് ഏത് ജീവിതത്തിലാണേലും വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും ഗൗരവത്തോടെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജീവിതം രക്ഷപ്പെടും. ഏത് ജീവിതാന്തസ്സാണേലും ശരി, നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒരു കാര്യത്തെയും നിസ്സാരമായിട്ട് നമ്മൾ അവഗണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം ചേർത്ത് വയ്ക്കാം. 1 തിമോത്തിയോസ് 5:8. 1 തിമോത്തിയോസ് 5:8. അതിനെന്താണെന്നറിയാമോ? ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബക്കാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. എന്താ പറഞ്ഞേ? ഒരുവൻ തൻ്റെ കുടുംബക്കാരുടെയും സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബക്കാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. സ്വരം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇടത്തും വലത്തൊക്കെ ഒന്ന് തിരിഞ്ഞ വേണമെങ്കിൽ സുഖമാണോ ഉറക്കം വരണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇടത്തും വലത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞ് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചോ. നമ്മളൊന്ന് ഫ്രീ ആയിക്കോട്ടെ, നമ്മൾ ഫ്രീ ആയിക്കോട്ടെ. ഒന്ന് ചിരിച്ചു എന്നൊരു ഒന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ലെന്നേ. ഹല്ലേലൂയ. കുറച്ച് എഴുത്തേക്കും പല്ലൊക്കെ കൊഴിഞ്ഞു പോകും, പിന്നെ ചിരിക്കാൻ പോലും പറ്റില്ലോണ്ട് ഉള്ള കാലത്തൊക്കെ ചിരിക്കുക നന്നായിട്ട്. കക്കാരം പഠിച്ചൊന്നും ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സന്തോഷമായിട്ടോ നിങ്ങൾ ഈ നൈറ്റ് വിഷനിൽ ഇത്രയും പേര് ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇതാണ്, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് കുടുംബക്കാരുടെയും കാര്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ പ്രിയ ഞാൻ ചേർത്ത് പിടിക്കുന്നില്ല, കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ ഞാൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം ആയിട്ടില്ല. വലിയ പ്രാർത്ഥനക്കാരനാണ്, പക്ഷേ കുടുംബത്തില് ജീവിത പങ്കാളിയായിട്ട് ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ മക്കളായിട്ടോ അപ്പനും അമ്മയും കൂടപ്പുറപ്പായിട്ടോ ഒന്നും യോജിക്കണില്ല. ആള് ഭയങ്കര ഡീസൻ്റാണ്. വല്ല പ്രയോജനം ഉണ്ടോ? അപ്പം നമുക്ക് ഈ കൊമ്പത്തെ കാര്യം, നമ്മൾ ഈ ആത്മീയതയൊക്കെ ഒരുപാട് സങ്കീർണമാക്കി വെച്ച് പറയുമ്പോഴേ അത്ര സങ്കീർണം ആക്കണ്ടെന്ന്. ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം പറഞ്ഞ യൗസേപ്പും മറിയോ ഓർക്കണുണ്ടോ? കണ്ണ് നിറയുന്ന യൗസേപ്പും സാരയിലിടന്ന് പറയുന്ന മറിയോ. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് ലൈഫ്. അതിലാണ് ആനന്ദം, അതിലാണ് സന്തോഷം. പക്ഷെ നമ്മൾ എവിടെയൊക്കെ ഇങ്ങനെ ഇല്ലാത്ത മസിലും വീർപ്പിച്ച് പിടിച്ചിട്ട് ഞാൻ ആരാണ്, ഈ നമ്മുടെ ഈ ഫ്രെയിം ഒന്ന് പൊട്ടി വീണാൽ തന്നെ രക്ഷപ്പെട്ടു പറയുള്ളവരെ. എനിക്കുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ആരാണെന്നൊക്കെ ഞാനും ചിന്തിച്ച് പോകാറുണ്ട്. നമ്മുടെ ഈഗോ, നമ്മുടെ ഒരു സ്വാർത്ഥത, നമ്മുടെ സെൽഫ് അതൊന്ന് പൊട്ടി വീണിട്ട് നമ്മളൊന്നും അല്ലെന്നേ. ആണോ കണ്ടു കഴിഞ്ഞാൽ തോന്നണ ആരോ ആണെന്നാണ്. ചുമ്മാ പറഞ്ഞ കേട്ടോ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ നമ്മളവരെ നമുക്കൊന്ന് ഫ്രീ ആകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏതായാലും ഒരു കാര്യം ഉറപ്പാ. എന്താണെന്നറിയാമോ? അധികം നാളൊന്നും കയറി കെട്ടി അമ്മച്ചി എല്ലാം കറക്റ്റ് ഉത്തരവ്. അധികം നാളൊന്നും ഇനി നമുക്ക് ഉണ്ടോ? ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ട ഉടനെങ്ങും പോണില്ല എന്നുള്ള രീതിയിൽ വിളിച്ചാൽ പോകുന്നു അല്ലേ. നമ്മളെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം പേര് ജീവിതത്തിൻ്റെ ഏതാണ്ട് പകുതിയൊക്കെ പിന്നിട്ടു ഇല്ലേ? മുക്കാലും ആയിന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി. എനിക്ക് കുറച്ച് വർഷങ്ങളൊക്കെ ഉള്ളൂ. ഉള്ള നാളെങ്കിലും നന്നായിട്ടൊന്ന് എല്ലാം അറിയാം, നമുക്കെല്ലാം അറിയാം. അതാണ് സന്തോഷകരമായ കാര്യം. അപ്പോൾ കുറച്ച് കാലമെങ്കിലും നന്നായിട്ടൊന്ന് ജീവിക്കണ്ടേ, ഒന്ന് സന്തോഷിക്കണ്ടേ? സന്തോഷമൊക്കെ ഉണ്ടോ നമുക്ക്? ആർക്കറിയാം. ടെൻഷന് പിടിച്ച് ഓടി നടക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്തേക്കുന്നത് നമ്മുടെ പോട്ടാശ്രമത്തിലാണ്. കുറച്ച് പേരെ കൂടെ വരുന്നവരുണ്ടല്ലോ. ഈ 10-15 വർഷമായിട്ട് പോട്ടിൽ സ്ഥിരം വരുന്ന കുറേ മുഖങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും വരുന്നത് പരിചയമുണ്ട്. അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാട്ടോ. എന്നെക്കാളൊരു 10 ഇരട്ടിയെങ്കിലും പ്രാർത്ഥിക്കുന്നവരവർ. അവരുടെ 10-1 പോലും ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് എനിക്കറിയാം.
പക്ഷേ ഉണ്ടല്ലോ, അങ്ങേറ്റ സങ്കടത്തിലൂടെ പ്രശ്നത്തിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നത്. ഈ വെള്ള ഉടുപ്പിന്റെ വെട്ടം കണ്ട അപ്പോൾ അച്ഛ ഒരു മിനിറ്റ് അച്ഛാ, ഒരു സങ്കടം പറയട്ടെ, ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ കാര്യം പോലും ടെൻഷൻ അടിച്ച് നടക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങളും ടെൻഷനും ഒന്നും മാറണില്ലേ എന്ന് തോന്നുന്നു? ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഈ ടെൻഷനും സങ്കടവും ഒന്നും മാറണില്ലേ? ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥനയൊക്കെ നിർത്തണം അല്ലേ? അല്ല, എന്താ മാറാത്തെന്നറിയാമോ? പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ദൈവാരാധന ഒന്നും പൂർണ്ണമായിട്ടില്ല. ആ പുള്ളിയുടെ ശക്തിയെ ഒന്ന് നമ്മൾ ആരുടെ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ബോധ്യമില്ലെന്നേ. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ തീരും. പ്രശ്നം തീരും എന്നല്ല പറഞ്ഞത്, സങ്കടങ്ങൾ തീരും. പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കില്ല. പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ പ്രശ്നവും തീരുമ്പോൾ രണ്ട് കഷ്ണം പഞ്ഞി എടുത്ത് നമ്മുടെ മൂക്കിനകത്ത് വെക്കും. അതുവരെ പ്രശ്നങ്ങളുണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? എനിക്ക് കുരിശിന്റെ വഴിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന, ഒരു വേദന തീരും മുമ്പ് കഷ്ടകാലം വിട്ടിട്ട് സമയമില്ല ജീവിതത്തിൽ. പ്രൈസലോ, ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരാൻ വേണ്ടിയിട്ടൊന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കരുത്, അതൊക്കെ മണ്ടത്തരമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കണം കേട്ടോ, കപ്പലിന് ഒരു കേടും കൂടാതിരിക്കണേ എന്ത് ചെയ്യണം എന്നറിയാം? കപ്പലില്ലേ, ഷിപ്പ്, കപ്പലിനൊരു കേടും വരാതിരിക്കണേ എന്ത് ചെയ്യണം? എന്തോ കപ്പൽ വെള്ളത്തിലിറക്കാതെ കരക്കി കയറ്റി വെക്കണം. ഒരു കേടും വരില്ല. ഇത് കാലപ്പഴക്കം വന്നുള്ള കേട് വന്നാലല്ലാണ്ട് ഒരു കേടും വരാൻ പോണില്ല. പക്ഷെ കപ്പലിന്റെ സ്വഭാവം കരക്കി കയറ്റി വെക്കുക എന്നുള്ളതാണോ? അത് എവിടെ കിടക്കേണ്ടതാ? വെള്ളത്തിൽ കിടക്കേണ്ടതാ. അത് തിരകളെ കീറി മുറിച്ച് പോണ സമയത്ത് ചിലപ്പോൾ മഞ്ഞുമല കാണും, ചിലപ്പോൾ കടൽ ജീവികൾ കാണും, ചിലപ്പോൾ കടൽ കൊള്ളക്കാര് കള്ളന്മാര് ഇല്ലേ? ഇതൊക്കെ ഈ പ്രതിസന്ധി ഒക്കെ തരണം ചെയ്ത് ഈ കപ്പൽ എവിടെ ചെല്ലണം? അക്കരെ ചെല്ലണം, വേണ്ടേ? പണ്ട് നമ്മൾ കുറെ പാടിയിട്ടുണ്ട്, അർത്ഥം മനസ്സിലായെന്ന് അറിയാൻ പാടില്ല. അക്കരയ്ക്ക് സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും. ഇത് പാടിയിട്ടുണ്ടല്ലേ? ഇതൊക്കെ ഇത് തന്നെയാ. നമ്മൾ ഇതൊക്കെ പാടും, ഇതൊക്കെ പ്രാർത്ഥിക്കും, എന്നാലും പിന്നെ ടെൻഷൻ അടിച്ച് കിടക്കും. വലത് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. ശക്തിയോടെ ഒന്ന് വിളിച്ചേ യേശുവേ, യേശുവേ. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ പോകും പ്രിയമുള്ളവരെ? നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക, ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുടുംബം ഒന്ന് ചേർന്ന് ദൈവത്തോട് ചേർന്ന് ആശ്രയിച്ച് വിശ്വസിച്ച് പോകണമെന്ന്. ഏതായാലും ഒരു കാര്യം പറഞ്ഞോ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നശിക്കാൻ ദൈവം, നിങ്ങൾ നശിപ്പിച്ചാലേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നശിക്കാൻ നമ്മുടെ മക്കൾ നശിക്കണമെന്ന് സ്ഥിരം പറഞ്ഞവരോട് ചോദിക്കട്ടെ, ആഗ്രഹിക്കും അമ്മച്ചി? ഇല്ല. അമ്മച്ചി ആഗ്രഹിക്കോ? ഇല്ല. അപ്പൊ നമ്മുടെ മക്കൾ നശിക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കോ? ഇപ്പൊ നശിപ്പിക്കുന്നത് ആരാ? സാത്താൻ. ആദ്യം പറഞ്ഞു കുറുക്കന്മാര് അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നശിപ്പിക്കുന്നത് ദൈവമല്ല, ഈ കുറുക്കന്മാരെ നമ്മളെ കയറിയിട്ട് നമ്മളിലൂടെ നശിപ്പിക്കും. മനസ്സിലായോ? അത് നശിപ്പിക്കാതിരിക്കാൻ സംരക്ഷിക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാനെന്ന് പറയുന്ന പുരോഹിതന് എൻ്റെ പൗരോഹിത്യത്തിൽ സന്തോഷം വേണമെങ്കിൽ, ആനന്ദം വേണമെങ്കിൽ, ഞാൻ എത്ര പാട്ടുകുർബാന ചെല്ലിയാലും എനിക്ക് ആനന്ദം കിട്ടണമെന്നില്ല. ഞാൻ എത്ര ധ്യാനപ്രസംഗം നടത്തിയാലും എനിക്ക് ആനന്ദം കിട്ടണമെന്നില്ല. എനിക്ക് ആനന്ദം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുത്ത് ഇരുന്നിരുന്ന് എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. അപ്പോഴാണ് എനിക്ക് എൻ്റെ പൗരോഹിത്യത്തിന് ഒരു ആനന്ദം വരുന്നത്. ഹല്ലേലൂയ. നല്ലൊരു പാട്ടുകുർബാന ചെല്ലി കഴിഞ്ഞാൽ പുറത്തേക്കോ നിങ്ങൾ അച്ഛാ സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ. ചിലരുണ്ട് ഒന്നുമില്ലെങ്കിലും വെറുതെ പറയുന്നവർ, കേൾക്കുമ്പോൾ ഒരു സുഖം ഉള്ളതുകൊണ്ട് നമ്മൾ മിണ്ടാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നല്ലൊരു പ്രസംഗമാണ് കഴിഞ്ഞപ്പോൾ അച്ഛാ സൂപ്പർ പ്രസംഗമാണ് കേട്ടോ, ഫുള്ളിരുന്ന് ഉറങ്ങുമായിരുന്നു, എന്നാലും കഴിഞ്ഞിറങ്ങുമ്പോൾ അച്ഛനെ കാണുമ്പോൾ എന്തെങ്കിലും പറയട്ടെ, നന്നായിരുന്നു, സൂപ്പർ പ്രസംഗമാണ്. ഇത് കേൾക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ കുഴപ്പമെന്ന് പറയാമോ, നിങ്ങളാ പറയുന്ന ഒരു മിനിറ്റേ രസമുള്ളൂ. അത് ഞങ്ങളുടെ മുറിയിലേക്ക് ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ധരിച്ചാ. അന്നേരം ഇവരാരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ നല്ലത് സൂപ്പറാന്ന്? ഉണ്ടോ? അപ്പം നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ വലിയൊരു പ്രസ്ഥാനം തുടങ്ങി, ഒരു സ്ഥാപനം തുടങ്ങി, ഒരു കുറേ സോഷ്യൽ വർക്ക് ചെയ്ത് ഞാൻ അറിയപ്പെടുന്ന ഒരാളായി, പ്രശസ്തിയുണ്ട്. ഈ പ്രശസ്തി കൊണ്ട് നമുക്ക്
നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലേക്ക് കയറി കഴിയുമ്പോൾ സന്തോഷ സമാധാനം ഒന്നും ഇല്ല. അവിടെ കിട്ടണമെങ്കിൽ വേറെ എന്തോ വേണം. വേണ്ടേ? പുറത്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവിടെ കിട്ടേണ്ടത് ആണോ? വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എനിക്കൊരു ആനന്ദം കിട്ടണമെങ്കിൽ തമ്പുരാന്റെ അടുത്ത് സ്ഥിരം ഇരിക്കുന്ന ഒരു ജീവിതം ഇല്ലെങ്കിൽ ഈ പൗരോഹിത്യമൊക്കെ ഒരു ഭാരമാണ്. സത്യത്തില് ഭാരമാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ടിടങ്ങളിൽ ഇരിക്കണം. എവിടെയാണെന്നറിയാമോ? ഒന്ന്, തമ്പുരാന്റെ കൂടെ ഇരിക്കണം. രണ്ട്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഇരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കുഴപ്പം എന്നറിയാമോ? ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം കൂടെ ഉള്ളവരെ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റണില്ല എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോവുക. ഇങ്ങനെ ഒരു തലക്കെട്ടില്ലേ, ആൾക്കൂട്ടത്തിൽ തനിയെ. സത്യമാണ്, ആൾക്കൂട്ടത്തിൽ പലപ്പോഴും നമ്മുടെ തനിയായി പോവുക. നമ്മുടെ ഉള്ളിൽ തുറന്ന് ആരോട് നമുക്കൊന്ന് പറയാൻ പറ്റണത്? നമ്മുടെ വിഷമം ഒന്ന് പങ്കുവെക്കുക ഇല്ല. നമ്മളായിരിക്കുന്നോട്ടൊന്നും നമ്മളെ മനസ്സിലാക്കാൻ ആരും അത് പറ്റുന്ന ഒരാളുള്ളൂ. ആര്? ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇരിക്കണം. പ്രിയമുള്ളവരെ, സത്യം ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഈശോയുടെ തിരുഹൃദയ രൂപമില്ലേ? ഉണ്ടോ? ഡെയിലി ഒരു 10-15 മിനിറ്റ് ചുമ്മാ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കണം. ഒരു പ്രയറും ചൊല്ലണ്ട അന്നേരം. നമുക്കൊരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് എതിരല്ല കേട്ടോ പറയണത്. അമ്മച്ചിമാരെ കുറിച്ച് പറയാം, എനിക്ക് പറയാൻ ഫ്രീഡം ഇവിടെ കൂടുതലായതുകൊണ്ടാണ്. പറഞ്ഞോട്ടെ. ചില അമ്മച്ചിമാർ ലോകത്തിലുള്ള എല്ലാ ധ്യാനമന്ദിരത്തിലും ധ്യാനം കൂടാൻ പോകും. നല്ല കാര്യം കേട്ടോ, നെഗറ്റീവായിട്ട് പറഞ്ഞില്ല. അടുത്തതാ കുഴപ്പം. ഞാനൊരു ധ്യാനമന്ദിരത്തിൽ നിന്ന് വരുന്നതാ. ഞങ്ങൾ ധ്യാനമന്ദിരക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ധ്യാനം കഴിയുമ്പോൾ എല്ലാവർക്കും ഓരോ പ്രാർത്ഥനാ പുസ്തകം കൊടുക്കും. നമ്മൾ ചേട്ടന്മാർ പ്രാർത്ഥനാ പുസ്തകം മേടിക്കണമെന്നല്ല കേട്ടോ, തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുതേ. അപ്പം അമ്മച്ചിമാർ പോയി എല്ലായിടത്തു നിന്നും ഓരോ പ്രാർത്ഥനാ പുസ്തകം മേടിച്ചുകൊണ്ടിരും. എന്നിട്ട് ഇനി ഓരോ ദിവസവും ഈ പുസ്തകത്തിൽ എല്ലാ പ്രാർത്ഥനയും ചൊല്ലി തീർക്കാനുള്ള എന്തോരം പ്രാർത്ഥിക്കണമെന്നറിയാമോ? ഇനി ഒരു ദിവസം ഒരു പ്രാർത്ഥന ഉള്ള സമയത്തില്ലേ അന്ന് ടെൻഷനായി. കാരണം ആ പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല, ഈ പ്രാർത്ഥന ചൊല്ലണം. പറയുള്ളവരെ, ഞാൻ നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക. ഞാൻ പറഞ്ഞത് പ്രാർത്ഥന ചൊല്ലണം വേണ്ട, പക്ഷെ ഒരു ഇത്തിരി സമയമെങ്കിലും നിങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാം. എന്നിട്ടേ, പുള്ളിക്കാരൻ എത്ര വയസ്സുണ്ട്? എത്ര? നമ്മുടെ ഒരു കുഞ്ഞനീന അല്ലേ? കർത്താവേ ക്ഷമിക്കും കേട്ടോ. അതെ, നമ്മുടെ അനീന. ഈ അനീനോട് പോയിട്ടൊന്ന് മിണ്ടി പറയാൻ പറ്റുമോ? പോയിരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അഭിവന്യ പിതാവ് എത്തിയിട്ടുണ്ട്. പറയുള്ളവരെ, തുടർന്നുള്ള ശുശ്രൂഷ അഭിവന്യ പിതാവ് നമ്മളോട് സംസാരിക്കും. നമുക്കൊരു വർഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് തുടർന്ന് വരുന്ന നിമിഷങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളൊന്ന് യാചനാപൂർവ്വം തുറന്നു പിടിച്ച് നമുക്ക് അഭിവന്യ പോളി കണ്ണുകുടം പിതാവിനെയും നമ്മുടെ രൂപത്തെയും നമ്മുടെ ഇടവക ദേവാലയത്തെ എല്ലാം പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാവരും ചേർന്ന്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എനർജി ആയില്ലേ? ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ഈ അൾത്താരയ്ക്ക് മുമ്പിലായിരിക്കാൻ. ഇത്രയും പേര് ഈ ജാഗരണ മണിക്കൂറിൽ വന്നത് തന്നെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. പ്രത്യേകം അഭിവിൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇതിൻ്റെ ഒരുക്കങ്ങൾ നിമിഷങ്ങളിൽ പിതാവിനോട് പറഞ്ഞിരുന്നു. പിതാവ് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ പിതാവ് തന്നിരുന്നു. എല്ലാ വർഷവും പിതാവ് ഈ നിമിഷങ്ങൾ വന്ന് നമ്മളോട് സംസാരിക്കാറുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് നല്ല തിരക്കാണ് പിതാവിന്. പിന്നെ നമ്മൾ പിതാവിനെ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വചനം ഇതാണ്: തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ വിളിക്കും. കർത്താവിന് ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ ഓടി നടക്കുന്ന പിതാവാണ്. ഒപ്പം പിതാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടിയാണ്. അനുഗ്രഹമായിട്ട് പ്രത്യേകിച്ച് വികാരിച്ചൻ്റെ പേരിൽ, ഇവിടെ കുറിക്കുന്ന അച്ഛന്മാരുടെ പേരിൽ, നമ്മളെല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി അഭിവിൻ്റെ പിതാവിനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത്
നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ അവബോധം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യമാണ്. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. ഏത് പ്രതിബന്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കർത്താവ് കാത്തുകൊള്ളും. അതുകൊണ്ടല്ലേ എക്സോഡസ് പുറപ്പാടിൻ്റെ പുസ്തകം 14:14 പറഞ്ഞേ, ആ സ്പോർട്സ് താരം, ക്രിക്കറ്റ് താരം ജമീമ പറഞ്ഞത്, കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തമാകുക. നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞാൽ അവിടുന്ന് തക്ക സമയത്ത് നമ്മയൊക്കെ ഉയർത്തിക്കൊള്ളും. ഞാൻ ഈ കടലിൻ്റെ തീരത്ത് താമസിക്കുന്ന കയ്പമംഗലം, ചന്ദ്രാപിന്നി, പെരുമ്പടപ്പ്, നമ്മുടെ രൂപത്തിൽ കുറേ ഭാഗം, കൊടുങ്ങല്ലൂരൊക്കെ ഇല്ലേ. അപ്പം അവിടെ അതിലൂടെ പോകുമ്പോൾ ഈ വട്ടയിൽ മീൻ വെച്ച് തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന സ്ത്രീകളെ കാണാം. അരയത്തെ സ്ത്രീകൾ. അവർ മീൻ വിൽക്കാനായിട്ട് ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. വട്ടയിൽ അവിടുന്ന് ഈ മീൻ വള്ളത്തിൽ വരുമ്പോൾ അത് വാങ്ങിച്ച് വട്ടയിൽ തലയിൽ ചുമന്നുകൊണ്ട് ഒരു ബസ്സിൽ കയറുമ്പോഴേ ഇത് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കും. ബസ്സിൽ കയറുമ്പോഴും ഇത് തലയിൽ വെച്ചിട്ട് കമ്പിമ പിടിച്ച്, ഒരു കൈ കമ്പിമ പിടിക്കും, ഒരു കൈ വട്ടയിലും. അതൊന്ന് ഇറക്കി വെച്ചൂടെ? ഒന്ന് ഇറക്കി വെച്ചാൽ ഭാരം അവിടെ ബസ് നമ്മളെയും താങ്ങണം, ഈ വട്ടയും താങ്ങണം, മീനും താങ്ങണം. അത് ഇറക്കി വെച്ചാൽ നമ്മുടെ തലയിൽ ഭാരം കുറയില്ലേ? ഈ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും മുറിവുകളും വേദനകളും കുരിശുകളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ ഇറക്കി വെക്കാനുള്ള നല്ല സ്ഥലമാണ് ഈ സക്രാരി, അല്ലേ? മനസ്സിലെ വേദനകള്, മുറിവുകള്, ഒറ്റപ്പെടലുകള്, പ്രതികാര ചിന്തകള്, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ മനസ്സിൽ അലട്ടുമ്പോൾ ഒന്ന് ഇറക്കി വെച്ച് ചെയ്തൂടെ? എത്ര മനസ്സ് ശാന്തമാവുന്ന! ഇതൊക്കെ ഒന്ന് ഇറക്കി വെച്ചാല് എത്ര ശാന്തമാവും. ഇവര് ഇത് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ഇത് ചുമന്നുകൊണ്ട് അതൊന്ന് ഇറക്കി വെച്ചാല് ബസ് ചുമന്നുകൊണ്ട് പോയിക്കോളും. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ബസ്സിൽ നിന്നൂടെ? ഇത് തന്നെ നമ്മുടേതായിട്ടുള്ള വേദനകൾ, ഒറ്റപ്പെടലുകൾ, കുരിശുകൾ, വിഷമങ്ങൾ, അവഗണനകൾ, പ്രാരാബ്ദങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം ജീവിതത്തിലുണ്ട്. ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതില്ലെങ്കിൽ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളേ? ഇതൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കുക. അങ്ങനെ ഇറക്കി വയ്ക്കാനല്ലേ കർത്താവ് നമ്മുടെ കൂടെ, നമ്മോടൊപ്പം വസിക്കുന്നത്. ആ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച മനസ്സ് സ്വസ്ഥായി, തലയിൽ ഭാരം കുറഞ്ഞു, തന്നെ ബ്ലോക്കുകൾ മാറിക്കൊള്ളും, ഷുഗർ കുറഞ്ഞും, BP തന്നെ കുറയും, കൊളസ്ട്രോൾ കുറയും. ഇറക്കി വയ്ക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. അതാണ് കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. ഉത്കണ്ഠകളൊക്കെ അവിടത്തേക്കൊന്ന് സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ ആശ്വാസപ്രദമാകും. ഈ മഞ്ഞ് പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പലരും. ഇത് പൊടിയാ. ഇത് അപ്പോൾ തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പൊക്കോളും. ഇല്ലെങ്കിലോ ഇത് കട്ട പിടിച്ച്, ആ കട്ട പിടിച്ച ഐസിന് എന്തൊരു പ്രയാസമെന്നാ. അതിൽ ആരെങ്കിലും തട്ടി വീണാൽ അവന് പരിക്ക് പറ്റും. പക്ഷെ ആ പൊടി വീഴുന്ന സമയത്ത് എടുത്തു മാറ്റാൻ എളുപ്പമാണ്. നമ്മുടെ ഈ ഹൃദയത്തിൽ ഈ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കാതെ അപ്പോൾ ഇത് ഇറക്കി വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ശാന്തമായിട്ട് ജീവിതത്തെ നമുക്ക് കാണാനും ആ ജീവിതത്തെ തമ്പുരാന് സമർപ്പിച്ച് മുന്നോട്ട് പോകാനും കഴിയും.
നാളെ വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ പെരുന്നാളാണെന്നറിയാവോ? 30-ാം തീയതി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെ വാക്യങ്ങളിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗം കൊടുത്തിട്ടുണ്ട്. ഇവര് അന്ത്രയോസും യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ, പത്രോസും അന്ത്രയോസും ആണ് ആദ്യം മീൻ പിടിക്കുന്നുണ്ടായിരുന്നെ. യേശു ചെന്ന് പറഞ്ഞു, മക്കളെ വാ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ യോഹന്നാനും യാക്കോബും നിൽക്കുന്നുണ്ടു, അവരെയും വിളിച്ചു, അവരും പോന്നു. എല്ലാവരും തമ്പുരാൻ്റെ വിളിയിൽ പങ്കുകാരാ. ഇപ്പം ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ, നമ്മുടെ അച്ഛനാണെങ്കിലും പൗരോഹിത്യ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഇങ്ങനെ ഓടി നടന്ന് ധാരാളം പേരെ അഭിനയിക്ക്. ഇപ്പോൾ മീഡിയയിലൂടെ അച്ഛൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കുണ്ട്. ഇവിടെ സിസ്റ്റേഴ്സ് കുറച്ച് പേരുണ്ട്. അവർ സമർപ്പിത ജീവിതത്തേക്ക്, നിങ്ങളെ കുടുംബജീവിതത്തേക്ക് വിളിച്ചിട്ടുള്ളവരാ. തമ്പുരാൻ്റെ വിളി അനുസരിച്ചാണ് നിങ്ങൾ കുടുംബജീവിതത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓരോ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ പ്രത്യേകമായിട്ടുള്ള ജീവിതാന്തസ്തിലേക്ക് വിളിക്കുമ്പോൾ അത് തമ്പുരാൻ്റെ വിളിക്ക് അനുസൃതമായിട്ടാണ്. വിളിക്കുന്നവന് നമ്മെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. അത് തിരിച്ചറിഞ്ഞ് ആ ദൗത്യം ഏറ്റെടുക്കണം. എന്നിട്ട് യേശു പറഞ്ഞ എന്താ? നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന. മീൻ പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കറി വയ്ക്കാനല്ലേ? കൊന്നു കറി വയ്ക്കാനല്ലേ? ഈശോ അവരെ വിളിച്ചത് മനുഷ്യരെ പിടിക്കുന്നവരാ, ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാ. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ആ ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ. അങ്ങനെ ജീവൻ നൽകാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിളിയെക്കുറിച്ച് നല്ല ബോധ്യവും ആ വിളിക്ക് അനുസൃതമായിട്ട് ജീവിതം നയിക്കാനുള്ള നല്ല സന്നദ്ധതയുണ്ടാകണം. എന്നിട്ട് അവര് ഈ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക എന്ന്. എന്താ അത്? ഒരു ദിശ മാറ്റണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിശ മാറ്റം സംഭവിക്കണം. ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഒരു ജോലി ചെയ്തു. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് ബിസിനസ്സുകാരുണ്ട്, കുറേ പേര് വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. നല്ല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരവിടെ ഉള്ളവർ ഒട്ടുമിക്കവരും തന്നെ. ചിലരൊക്കെ റിട്ടയർ ചെയ്തവർ ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു ദിശാമാറ്റം ഉണ്ടാകണം. കുറേ പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിച്ചാൽ പോരാ. നമ്മുടെ ജീവിതം വഴിയായിട്ട് മറ്റുള്ളവർക്ക് നന്മ ലഭിക്കാനായിട്ട് ഇടയണം, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയണം. എൻ്റെ ഒരു വിഷമം നിങ്ങളോട് ഞാൻ പറയട്ടെ. ഇപ്പം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ക്രിസ്ത്യാനികളോ ഒരാളും ഇല്ല. ഞാൻ ഈ കളക്ട്രേറ്റിൽ പോകുമ്പോൾ അവിടെ ആരുമില്ല. ഈ മുനിസിപ്പൽ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയും ക്രൈസ്തവൻ്റെ സാന്നിധ്യം കുറവാണ്. സെക്രട്ടേറിയറ്റിലും ഇല്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഓഫീസുകളിലും അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നമ്മുടെ കത്തോലിക്കരുടെ എണ്ണം തീർത്തുമില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പം ഇല്ല. രാഷ്ട്രീയത്തിൽ സമുന്നത നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്നവരൊന്നും ഇപ്പോൾ ക്രൈസ്തവരില്ല. IAS IPS സിവിൽ സർവീസിലില്ല, ജുഡീഷ്യറിയിലും ഇല്ല, കലാകായിക രംഗങ്ങളിലില്ല. എന്തിനാ? അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, മലയിൽ ഉയർത്തിയ പട്ടണം പോലെ ദിശാബോധം നൽകാനാ. മലയിൽ ഉയർത്തിയ പട്ടണം പോലെ ദിശാബോധം നൽകാനാ. പീഠത്തിന്മേ വെച്ച വിളക്ക് പോലെ ശോഭിക്കാനാ. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ. വിളക്ക് കത്തുന്നത് വിളക്കിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാനാ. പുളിമാവ് പോലെ രുചി പകരാനാ. ഉപ്പ് പോലെ സമൂഹത്തിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാ. എന്താ സംഭവിച്ചേ? ഞാൻ ഈ പാസ്റ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ രോഗികളെ സന്ദർശിക്കാൻ പോകും. 85 വയസ്സ്, 86 വയസ്സ്. അപ്പോൾ ഇവർക്കൊക്കെ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും 10, 11, 12 എന്നൊക്കെ പറയും.
അപ്പം ഞാൻ ആ മക്കള് ഇവരുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും. അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 1 അല്ലെങ്കിൽ 2. 12 മക്കളുള്ള കുടുംബത്തിൽ ഈ അമ്മാമ്മയ്ക്ക് എത്ര പേരക്കിടാങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 പേര് പോലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നമ്മുടെ മക്കളെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിരുന്നു. പക്ഷെ അവരാരും നമ്മൾ ജനിപ്പിച്ചില്ല. ഇനി പോട്ടെ, നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. ഇനിയെങ്കിലും പുതുതലമുറയിൽ ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം പിതൃത്വം നിർവഹിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമോ? ഞാൻ ഇന്ന് 4ാമത്തെ കുഞ്ഞിൻ്റെ ഒരു മാമദീസ മുരിയാട് ചെയ്തു. ഇന്നലെ കടപ്പുറം ബീച്ചിൻ്റെ അവിടെ 4ാമത്തെ ഒരു കുഞ്ഞിൻ്റെ മാമദീസ കൊടുത്തു. ഈ ദിവസങ്ങളിലൊക്കെ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നോ? അങ്ങനെയെങ്കിലും കൂടുതൽ പേര് ഈ തലത്തിലേക്ക് വരട്ടെ എന്ന്, ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും നിർവഹിക്കട്ടെ എന്ന്. ഇത് ക്രൈസ്തവ കുടുംബജീവിതത്തിൻ്റെ ദൗത്യമാണ്. തമ്പുരാൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാനായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു ദിശാമാറ്റം ഉണ്ടാകണം. കുറേ പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിച്ചാൽ പോരാ. നമ്മുടെ ജീവിതം വഴിയായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ, വിളക്ക് കത്തുന്നത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകാൻ വേണ്ടിയിട്ടാണ്. മഴ പെയ്യുന്നത് ഭൂമിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സൂര്യൻ പ്രകാശിക്കുന്നത് മറ്റുള്ളവർക്ക് ചൂട് നൽകാനാ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാ. വേണ്ടേ? അതിന് ത്യാഗം ആവശ്യമാണ്. കുടുംബജീവിതം എന്നുള്ളത് ദൈവം വിളിച്ച് നിങ്ങളെ ദമ്പതികളായിട്ട് ദൈവം പദ്ധതിയിട്ടിട്ടുള്ളതാണ്. ആ പദ്ധതിയിലെ ഉത്തരവാദിത്തമാണ് പുതിയ തലമുറയ്ക്ക് രൂപം കൊടുത്ത് അവരെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, സമൂഹത്തിന് നന്മ ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ അവരെ തയ്യാറാക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. യുവദമ്പതികൾ താല്പര്യമെടുക്കണം. അങ്ങനെ സമൂഹത്തിനെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ളൊരു തലമുറയായിട്ട് വാർത്തെടുക്കാൻ നേതൃത്വ നിരയിൽ വരണം. ഈ മക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നാ? ആത്മീയ തലത്തിൽ ഭയങ്കരമായിട്ടുള്ള ശോഷണം വന്നു. 8, 10, 12 ഒക്കെ മക്കളുണ്ടായിരുന്നപ്പോൾ തമ്പുരാനിൽ ആശ്രയിക്കാനായിട്ട് മാതാപിതാക്കൾ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ അതുണ്ടാ? കുർബാനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നീ ട്യൂഷന് പോകാൻ പറയും. പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ കിടന്നുറങ്ങുക, നാളെ രാവിലെ ക്ലാസ്സിന് പോകണ്ടേ. 8, 10 മക്കളുണ്ടായിരുന്നപ്പോൾ പങ്കുവെക്കുന്ന സ്വഭാവം നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് പോയി. 1, 2 ഉള്ളു, എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഇല്ലാതായിപ്പോയി. ഒരു തിരിച്ചു നടത്തം വേണേ. എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിശാമാറ്റമാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ പ്രഥമ സ്ഥാനം കൊടുത്ത്, യേശുവിനെ പ്രതിഷ്ഠിച്ച്, യേശുവിൻ്റെ ദർശനങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു ദിശാമാറ്റത്തിലേക്കാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. ഈ ജാഗരണ രാവ് ഒരു ആത്മീയമായിട്ടുള്ള നവീകരണത്തിന് സാധ്യമാകട്ടെ. ദൈവം നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന്. നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായിട്ട് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള നല്ല പദ്ധതി ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്ന വലിയ മനസ്സുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പത്രോസ്യരുടെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. ഈശോ മിശിഹായ്ക്ക് നമുക്കൊന്ന് നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം തരാം. കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകാവസാനത്തോളം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന അരുൾ ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ സന്നിഹിതനായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്ന്
ഞങ്ങളുടെ ശരീരത്തിൻ്റെ ശരീരവും രക്തത്തിൻ്റെ രക്തവും ആയി മാറി ഞങ്ങളെ അനുദിനം ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് അങ്ങ് നന്ദി പറയുന്നു. അങ്ങയുടെ പരിപാലനയിൽ എന്നും ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉത്കണ്ഠകളും ആകുലതകളും വേദനകളും മുറിപ്പാടുകളും ഒറ്റപ്പെടലുകളും രോഗങ്ങളും എല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം സമാധാനപൂർണവും ആനന്ദപ്രദവുമായി തീരുവാൻ ഇടവരുത്തണമേ. ഞങ്ങൾ കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുമെന്നുള്ള പ്രീതിയോട് ആഗ്രഹത്തോടുകൂടെ ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്ഥലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവൻ്റെ കാരുണ്യം കൃപയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക്, ഈശോ മിശിഹായ്ക്ക്. നിങ്ങളുടെ പ്രാർത്ഥനകളെ എന്നെയും കൂടെ ഓർക്കില്ലേ? മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അഭിമന്യ പിതാവിനെയും നമ്മുടെ രൂപതയെയും എല്ലാ ഇടവകകളെയും വിശ്വാസികളെല്ലാവരെയും ഒരിക്കൽ കൂടി ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നമ്മളിപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സൈഡിൽ ചായയോ കാപ്പിയോ പ്ലസ് റസ്ക് കരുതിയിട്ടുണ്ട്. ഇറങ്ങുക, ഒന്ന് ഫ്രഷ് ആകുക, ടോയ്ലറ്റിൽ പോണി പോവുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ വഴി വീട്ടിലേക്ക് പോവൂ ഇല്ല, എത്രയും പെട്ടെന്ന് തിരിച്ചു കയറി വരിക. നമുക്ക് ശുശ്രൂഷ തുടരാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.